ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 11 വിശ്വരൂപദർശനയോഗം. ഇതെല്ലാം നമ്മൾ സിനിമയിലെല്ലാം കണ്ടതാണ്. വിശ്വരൂപം, കൃഷ്ണൻ്റെ വിശ്വരൂപം. അപ്പം വളരെ എളുപ്പത്തിൽ പോകാൻ പറ്റുന്ന ഒരു അധ്യായമാണ്. പക്ഷേ അതെല്ലാം കാണുമ്പോൾ നമ്മളെന്തോ ആത്മീയതയിലങ്ങ് ഏതോ അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് അത് കാണുന്നത്. പക്ഷേ ഇവിടെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇവിടെ ശാസ്ത്രീയമായി തന്നെ നമ്മൾ മനസ്സിനെ അനലൈസ് ചെയ്തുകൊണ്ട് എന്താണ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മതി. കാരണം പറയുന്നത് വളരെ വ്യക്തമായിട്ടാണ്. പക്ഷെ അതിനെ നമ്മൾ എന്തെല്ലോ ഭാവത്തിൽ ചിന്തിക്കാൻ പോകരുത്. വളരെ ലളിതമായിട്ടാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. ഈ ലളിതമായി പറഞ്ഞതിനെ കോംപ്ലിക്കേറ്റഡ് ആക്കി മാറ്റുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമുക്ക് ലളിതമായിട്ട് മനസ്സിലാക്കിയിട്ട് പോകാം. അപ്പം ഹെഡിങ് വിശ്വരൂപ ദർശനമാണ്. അത് കുറച്ച് അങ്ങോട്ട് എത്തുമ്പോൾ അതിനെപ്പറ്റി പറയാം. ഇതിൻ്റെ വഴിക്ക് തന്നെ പോകാം. അപ്പോൾ 1 മുതൽ 4 വരെയുള്ളതിൽ ഇപ്പോൾ ഈ പറഞ്ഞതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അർജുനൻ പറയുകയാണ്, പരമമായ അങ്ങയുടെ ഗൂഢമായ രഹസ്യമാണ്. ഗൂഢവുമായ അങ്ങയുടെ വാക്കിൽ അനുഗ്രഹീതനായ ഞാൻ, അതായത് അനുഗ്രഹീതനായി എന്ന് പറയുമ്പോൾ എനിക്ക് ഭാഗ്യം ലഭിച്ചു പ്രപഞ്ച രഹസ്യം മനസ്സിലാക്കാൻ. എൻ്റെ മോഹമെല്ലാം നശിച്ചു. പിന്നെ എന്തില്ല? മോഹമില്ല. എന്തുകൊണ്ട്? നമ്മൾ ആ ശക്തി തന്നെയാണ് നമ്മളായി മാറിയത്. നമ്മളെ ഉള്ളിൽ കിടന്നിട്ട് നമ്മളെ കൊണ്ട് ജയിപ്പിക്കുന്നതും അതാണ്. അതിൽ നിന്ന് മാറിയിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ നമ്മളതായ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട്, നമ്മളെ ബുദ്ധി ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യണം. അല്ല, നമ്മളതായ എനിക്ക് വേണ്ടി എന്ന താല്പര്യത്തിൽ നമ്മൾ ഓടി നടക്കുമ്പോൾ ഇത് അല്പനേരം ഒന്ന് ചിന്തിച്ചാൽ മതി. നടക്കേണ്ടതേ നടക്കൂ. അതിനെന്താണ് വേണ്ടത് അതേ നടക്കൂ. അല്ലാതെ നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കണമെന്നില്ല. അതിനൊരു ഉദ്ദേശമുണ്ട്. കഥയിൽ നമ്മൾ അഭിനയിക്കുകയാണെങ്കിൽ, ഒരു നാടകത്തിൽ അഭിനയിക്കുമ്പോൾ നമ്മളെ മാതിരി തന്നെ നമ്മൾ വില്ലനാണ്. വില്ലൻ അവസാനം എന്താണ്? വിധി തോൽക്കാൻ തന്നെയാണ്. അല്ല, ഈ നാടകത്തിൽ എനിക്ക് വില്ലന് ജയിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആരും ചിന്തിക്കുമോ? ചിന്തിക്കുന്നത് മണ്ടനാണ്. കാരണം കഥാകൃത്ത് എഴുതി വെച്ച മാതിരി നമുക്ക് അഭിനയിക്കാൻ പറ്റും. ആ ഒരു അവസ്ഥയിലെത്തുമ്പോൾ നമുക്ക് ആഗ്രഹങ്ങളില്ല. എന്നെ കഥാപാത്രം ഭംഗിയായി അവതരിപ്പിക്കണം എന്നതിൽ കവിഞ്ഞ്, ഞാൻ ചെയ്യേണ്ട ജോലി ഭംഗിയായി ചെയ്യുക എന്നതിൽ കവിഞ്ഞ് അതിൻ്റെ ഫലം കിട്ടണമെന്നോ ഞാൻ ഉദ്ദേശിക്കുകയാണ്. ഈ കഥയിൽ എൻ്റെ വില്ലനെ ഞാൻ ജയിപ്പിച്ചെടുക്കുന്നു എങ്കിലും പിറ്റേന്ന് പറഞ്ഞു വിടും. അതൊന്നും നടക്കുന്ന കാര്യമല്ല. നമ്മളെ ചിന്ത പോവുക പോലുമില്ല. നമ്മളെ റോള് ഭംഗിയായിട്ട് അവതരിപ്പിക്കാനേ ശ്രമിക്കുക. അതുപോലെ അർജുനന് ബോധ്യമായി, കേൾക്കുന്നവരിൽ വല്ലവരും ഉണ്ടെങ്കിൽ അത് മനസ്സിൽ ഉൾക്കൊള്ളാൻ പറ്റുമെങ്കിലും അവർക്കും അവരുടെ മോഹമെല്ലാം നശിക്കും. കാരണം എന്തിനു വേണ്ടിയാണ് ഇതൊന്നും നമ്മൾ നിന്ന് ചിന്തിച്ചിട്ട് കാര്യമൊന്നുമില്ല. നടക്കേണ്ടതേ നടക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി തീർന്നു. ആ വ്യക്തി അത് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ, ഭഗവത്ഗീത പറയുന്ന ഈ സത്യം മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരഹങ്കാരവും ഉണ്ടാവില്ല. ഒന്നിനു വേണ്ടിയിട്ടും ഓടി നടക്കില്ല. അതോടുകൂടി മതിയാക്കും, വെച്ച് കെട്ടും, ചെയ്യേണ്ട കർമ്മം ചെയ്തിട്ട് കൊടുക്കും. അപ്പോൾ അർജുനൻ ആ അവസ്ഥയിലേക്ക് എത്തി. ഉൾക്കൊള്ളാൻ പറ്റും. അർജുനന് ഉൾക്കൊള്ളാം. അർജുനിലൂടെ നമ്മളോടാണ് പറയുന്നത്. ഉൾക്കൊള്ളാൻ പറ്റുന്നവരുടെ മോഹവും ഇതോടെ തീർന്നിരിക്കും. വളരെ സിമ്പിൾ, ലളിതം. ഭൂതങ്ങളുടെ ഉത്ഭവം, അതായത് എല്ലാം ഉണ്ടായത് അങ്ങിൽ നിന്നാണ്. ഞാൻ ഉണ്ടായത് അങ്ങിൽ നിന്നാണ്. ഉത്ഭവവും നാശവും, ഞാനപ്പം മരിക്കണം എന്നുള്ളത് അങ്ങ് തീരുമാനിച്ച സമയമാണ്. പിന്നെ നമ്മളെന്തിനാണ് വെറുതെ പേടിക്കുന്നത്? മരുന്ന് വാങ്ങാൻ പൈസയില്ല, ഞാൻ ചത്തുപോകുമല്ലോ എന്നൊന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കിട്ടുന്ന മാതിരി ജീവിക്കുക, ഉള്ളതുമാതിരി ജീവിക്കുക. നമ്മൾ ജീവിക്കേണ്ടതാണെങ്കിൽ നമ്മൾ ജീവിച്ചു പോകും. ഇന്നത്തെ ഇംഗ്ലീഷ് മരുന്ന് കണ്ടിട്ടൊന്നുമല്ല പണ്ട് കാലത്ത് മനുഷ്യർ ജീവിച്ചിരുന്നത്. അന്ന് ഇലം കിട്ടുന്ന ഇലയെല്ലാം കഴിച്ചിട്ട് തന്നെ രോഗശരീരം തന്നെയാണ് മാറ്റുന്നത്. നമുക്കിന്നൊന്നുണ്ട്, ഡോക്ടറെ അടുത്ത് പോയിട്ട് മറ്റേ വലിയ വിലയുള്ള ഗുളികയെല്ലാം കഴിച്ചാലേ രോഗം മാറും. സാധാരണ ഗുളിക കഴിച്ചാലൊന്നും മാറില്ല. ഇതെല്ലാം മണ്ടത്തരാണ്. പണ്ട് കാലത്ത് മനുഷ്യൻ
മരുന്ന് വല്ല ഇലകളും അതും ഇതുമല്ല നീരെല്ലാം എടുത്തിട്ട് തന്നെയാണ് ജീവിച്ചിരുന്നത്. അന്ന് ഇതിനെക്കാട്ടി നമ്മളെക്കാട്ടി ആരോഗ്യം ഉണ്ടായിരുന്നു എന്നുള്ളത്. അത് കാലം തീരുമാനിച്ചിട്ടുണ്ട് എത്ര വരെ തച്ചു വന്നാലും ചാകാൻ പോകുന്നില്ല. നമുക്ക് ചാകേണ്ട സമയത്തുമ്പോഴേ ചാവുള്ളൂ. ഉത്ഭവവും നാഥനും അങ്ങയുടെ അവ്യക്തമായ മാഹാത്മ്യവുമെല്ലാം ഞാൻ കേട്ടു. അങ്ങ് പറഞ്ഞതല്ല സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഇനി ഇതിൽ കൂടുതലൊന്നും മനസ്സിലാക്കാനില്ല. ഇനി അങ്ങയുടെ രൂപം കാണണമെന്നുണ്ട്. ഇനി അർജുനന് അങ്ങയുടെ രൂപം കാണണമെന്നുണ്ട്. അപ്പോൾ നമ്മളൊരു പ്രത്യേകം കാര്യം ശ്രദ്ധിക്കേണ്ടത്, അർജുനന് അങ്ങയുടെ രൂപം കാണണം. അങ്ങയുടെ രൂപവും ഭാവമില്ലാതെ ബ്രഹ്മത്തെ എങ്ങനെയാണ് കാണാൻ പറ്റുക? ആ ചോദ്യത്തിന് പ്രശസ്തിയില്ല. പക്ഷേ അപ്പോഴാണ്, ആ സമയത്താണ് നമ്മൾ കൃഷ്ണത്തിനെ എന്തായിട്ട് ചിന്തിക്കേണ്ടത്? നിർഗുണമായ ബ്രഹ്മം ഒരു പ്രപഞ്ച രൂപത്തിൽ വന്ന ആ രൂപത്തെയാണ് കാണാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ കാണാൻ പറ്റാത്ത ആ രൂപമല്ല. അങ്ങ് പ്രത്യക്ഷമായല്ലേ ഏതോ രൂപത്തിൽ, ആ രൂപത്തിലാണ് കാണുന്നത്. അപ്പൊ അത് ആ അർത്ഥത്തിൽ മനസ്സിലാക്കണം. അല്ലാതെ കൃഷ്ണന് രൂപം കൊണ്ടുവന്ന് ധരിച്ചേക്കരുത്. അത് എന്തോ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു പ്രപഞ്ചമായിട്ട്. അതുകൊണ്ടാണ് എന്ത് പേര് കൊടുത്തിരിക്കുന്നത്? വിശ്വരൂപ ദർശനം. വിശ്വത്തിൻ്റെ രൂപമാണ് പറഞ്ഞു തരുന്നത്. ഈ പ്രപഞ്ചത്തിൻ്റെ രൂപമാണ് പറഞ്ഞു തരുന്നത്. കാരണം അത് തന്നെയാണ് ഈ പ്രപഞ്ചമായത്. പ്രമോദം അത് തന്നെയാണ് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ജീവികളിൽ ഏറ്റവും ശ്രേഷ്ഠമായതിനെ എന്നെയായിട്ട് കണ്ടോളൂ എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അതെല്ലാം സൃഷ്ടിക്ക് ശേഷമാണ് കഴിഞ്ഞതിൽ കണ്ടത്. പക്ഷികളിൽ ഗരുഡനെ ഞാനായിട്ട് കാണുക, അങ്ങനെ. ഇപ്പം വിശ്വരൂപ ദർശനം എന്ന് പറഞ്ഞാൽ അത് പ്രത്യക്ഷപ്പെട്ടത് വിശ്വത്തിൻ്റെ രൂപത്തിലാണ്. ആ രൂപത്തിലാണ് പറഞ്ഞു കൊടുക്കാൻ പോകുന്നത്. അതെങ്ങനെയല്ലോ പ്രത്യക്ഷപ്പെട്ടില്ല. പക്ഷെ അതൊന്നും വേർപെട്ടിട്ടില്ല. അത് ശരിക്കും മനസ്സിലാക്കണം. ഏതുപോലെയെന്നാൽ ഞാൻ നേരത്തെ ഉദാഹരണം പറഞ്ഞു, ഇത് കൈയാണ്, ഇപ്രവളി എടുക്കണ്ട, ഇത് കൈയാണ്. കയ്യിൽ നിന്ന് ഇങ്ങനെ ഉരുട്ടിയിട്ട് ഇങ്ങനെ വിരലിനെ വേർപെടുത്തിയാൽ ഇത് കൈ തന്നെയാണ്. ഇതിങ്ങനെ പിടിച്ചാലും ഇങ്ങനെ പിടിച്ചാലും എല്ലാം കൈ തന്നെയാണ്. ഇതിന് ഓരോന്നും ഓരോ മനുഷ്യന്മാരെ ബുദ്ധി കൊടുത്തിട്ട് ഓരോ ചിന്തിക്കുന്ന തരത്തിലാക്കി കഴിഞ്ഞാൽ ഇതെല്ലാം ഒന്നു തന്നെയാണെങ്കിലും ഇതെല്ലാം ഓരോ ജീവിയായിട്ട് ആക്ട് ചെയ്യും. എങ്ങനെയെന്നാൽ, അല്ലെങ്കിൽ ഒരു മാവ് കുഴച്ചിട്ട് മാവാണെന്ന് വെച്ചോളൂ. ഇതൊരു മാവാണ്, ഒരു ഉരുട്ടി വെച്ച ഒരു മാവാണെന്ന് വെച്ചോ. ആ മാവ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഓരോ മൂലക്ക് ഇങ്ങനെ ഉരുട്ടിയിട്ട് ഇവിടെ ഒരു മരം ഉണ്ടാക്കാം, ഇവിടെ ഒരു പക്ഷീനെ ഉണ്ടാക്കാം, ഇവിടെ വേറൊരു തരം പക്ഷീനെ ഉണ്ടാക്കാം, ഇവിടെ ഒരു ഉരുട്ടിയിട്ട് മനുഷ്യനെ പോലെ ആക്കാം, ഇവിടെ ഉരുട്ടിയിട്ട് വല്ല പൂവോ എന്തൊക്കെ ആക്കാം. ഇതിങ്ങനെ പലതായിട്ട്. അപ്പോൾ ഇതിൻ്റെ മാവ് മുഴുവൻ ചുറ്റും ഇങ്ങനെ എല്ലാവരും ഈ കോടിക്കണക്കിന് ജീവജാലങ്ങളായിട്ട് മാറിയിരിക്കുകയാണ്. അതൊന്നും വേർപെട്ടിട്ടില്ല. കടലിലെ കുമിളകൾ പോലെയാണ്. കടലിൽ തന്നെയാണ് കുമിള, കുറേ കുമിളകളുണ്ടാവും. പക്ഷെ അതെല്ലാം കടലിൽ തന്നെയാണ്. അല്ലാതെ വേർപെട്ട നേരെ പറഞ്ഞ വേറൊരു ഉദാഹരണം പറയാനും, സ്വർണത്തിൽ നിന്ന് കുറച്ചെടുത്ത മാലയും വളയാക്കുന്നത് പോലെയാണ്. പക്ഷെ അതിലൊരു കുഴപ്പമുണ്ട്, അതിൽ നിന്ന് വേർപെടുന്നുണ്ട്. ഇത് വേർപെടുന്നില്ല. ഇവിടെ ഞാൻ കാണിച്ച പാഠത്തിൽ അല്ല, ഇതിൽ വേർപെടുന്നില്ല. കടലിലെ കുമിള വേർപെടുന്നില്ല. അപ്പം അതിന് എന്തോ ഒരു പ്രത്യേക ജീവി മാതിരി, കഥയിലാവുമ്പോൾ ജീവിയായിട്ടല്ലേ ചിത്രീകരിക്കാൻ പറ്റും. അപ്പം വിശ്വരൂപത്തിൽ കൃഷ്ണൻ്റെ വിശ്വരൂപം എന്ന് പറയുമ്പോൾ ആ പ്രപഞ്ചം അതെന്തോ ഒരു ജീവി മാതിരി ചിത്രീകരിക്കുകയാണ്. അപ്പം പ്രപഞ്ചം മുഴുവൻ ഒരു ജീവിയല്ലാലോ, അതിൻ്റെ അകത്ത് കല്ലും മണ്ണും എല്ലാം ഉണ്ടല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമ്മളൊരു ജീവിയാണ്. നമ്മളിലും കല്ലും കല്ലും മണ്ണും പോലെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്.
ഈ നഖമെന്ന് പറയുന്നതിന് ജീവനൊന്നുമില്ല, മുറിച്ചാൽ വേനയില്ല. പല്ലിന് ജീവനില്ല, മുടിക്ക് ജീവനില്ല. അപ്പം നമ്മുടെ ശരീരത്തിൽ കുറേ എല്ലെല്ലാം ഉണ്ട്, അതിനൊന്നും ജീവനില്ല. അപ്പം ജീവനുള്ള ഭാഗമുണ്ട്, ജീവനില്ലാത്ത ഭാഗം എല്ലാം കൂടിയിട്ട് നമ്മളും അങ്ങനെ തന്നെയാണ്. അപ്പോഴേ വിശ്വരൂപത്തിൽ നമ്മളെ എല്ലിനെല്ലാം സമാനമാണ് ഇവിടുത്തെ പാറകൾ, നമ്മളെ മുടിക്ക് സമാനമാണ് എന്തെങ്കിലും കമ്പെല്ലാം കാണുന്നുണ്ടെങ്കിൽ. പിന്നെ നമ്മൾ ജീവനുള്ള ഭാഗമാണ് നമ്മളെ ശരീരവും മറ്റേ എല്ലാ ജീവജാലങ്ങളുടെയും രൂപം. പിന്നെ അതിൻ്റെ കണ്ണ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരെയും കൂടിയ കണ്ണാണ്. ആ വലിയ രൂപത്തെ ഒരു രൂപമായിട്ട് നമ്മൾ സങ്കല്പിച്ച വിശ്വരൂപം, കൃഷ്ണൻ അങ്ങനെ ചിന്തിച്ചാൽ, കാരണം അതാണ് ബ്രഹ്മമായി മാറിയത്. അപ്പോൾ ബ്രഹ്മത്തിൻ്റെ പ്രപഞ്ചമായി മാറിയത്, വിശ്വമായിട്ട് മാറിയത്. ആ ബ്രഹ്മമാണ് വിശ്വമായിട്ട് മാറിയത്. അപ്പം വിശ്വത്തിൻ്റെ രൂപം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കുറേ എല്ലാം ഉള്ളു. ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ, അർജുനൻ കണ്ടത് കാണാൻ പോകുന്നത് എന്താണ്, അതിനകത്ത് പ്രമോദിനിയും കണ്ടിട്ടുണ്ട്. കാരണം ദിവ്യ ദൃഷ്ടി കൊടുത്തിട്ടാണല്ലോ കാണുന്നത്, അത് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കണ്ണുകളാണ് എൻ്റെ കണ്ണും എല്ലാവരുടെയും നാട്ടിലുള്ള പട്ടീൻ്റെയും പൂച്ചേൻ്റെയും ചെറിയ എലീൻ്റെ കണ്ണും എല്ലാം അതിൻ്റെ കണ്ണാണ്. അതുകൊണ്ടാണ് കുറേ കണ്ണുണ്ട്. അതെല്ലാ കൈകളും കൊണ്ട് ഈ വിരൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതിനെ കൊണ്ട് ഒരു ജോലി ചെയ്യും, ഇതിനെ കൊണ്ട് വേറൊരു ജോലി ചെയ്യും, ഇതിനെ കൊണ്ട് ഓരോ ജോലികൾ ചെയ്യും. അപ്പോൾ വേറൊരു പ്രശ്നമുണ്ട്. കാരണം ഇതെല്ലാം കരവസ്തുക്കളിൽ നിന്നാണ്. ഇപ്പം മാവെല്ലാം കുഴച്ചിട്ട് ഉണ്ടാക്കുന്നതെല്ലാം ഞാൻ കാണിച്ചത് കരവസ്തുക്കളിൽ നിന്നാണ് ഉണ്ടായിരുന്നത്. ഒരു കരവസ്തു, എന്തോ ഒരു വസ്തു നമുക്ക് കാണാൻ പറ്റുന്ന വസ്തുവിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷെ ഇതങ്ങനെയല്ലല്ലോ, ഇത് വേറൊരു തരത്തിലാണ്. ബ്രഹ്മത്തിൻ്റെ രൂപവും ഭാവവും ഒന്നുമില്ല, അതിനെ കാണാനൊന്നും പറ്റില്ല. കാണാനോ തൊട്ടു നോക്കാനോ ഒന്നും പറ്റാതെ, ഒരു രൂപവും ഭാവവും ഇല്ലാതെ, ഒരു ഗുണവും ഇല്ലാത്ത സംഗതിയാണ് ബ്രഹ്മം ആദ്യം ഉണ്ടായിരുന്നത്. അതിൽ നിന്നാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പം അതിൽ നിന്നാണ് ഈ പ്രപഞ്ചമായി മാറിയത്. അപ്പം ഇവിടെ ആ വിശ്വത്തിൻ്റെ രൂപമാണ് കാണിച്ച് കൊടുക്കാൻ പറ്റുന്നത്. അതാണ് ഈ പ്രപഞ്ചമായി മാറിയത്, ഞാനായിട്ടെല്ലാം മാറിയത്. അപ്പം അതിൻ്റെ രൂപത്തെ കഥയിൽ വരുമ്പോൾ ഒരു കഥാപാത്രമായിട്ട് ചിത്രീകരിച്ചിരിക്കുകയാണ്. ഒരു വ്യക്തി എന്ന നിലയിൽ, എന്തോ ഒരു വിചിത്ര ജീവി എന്ന നിലയിൽ ചിത്രീകരിക്കുകയാണ്. അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കേണ്ടി, ഒന്നും കാണാൻ പറ്റാത്ത ഒരു സംഗതിയിൽ നിന്ന്, ഒന്നും ഇല്ലാതെയല്ല, ഉണ്ട്, അതെന്താണെന്ന് അറിയില്ല, എന്തോ ഒരു സംഗതി അതിൽ നിന്നാണ് ഉണ്ടായത്. അത് മനസ്സിലാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല, വളരെ ലളിതമാണ്. എന്ത് വേണമെന്ന് വെച്ചാൽ, സാക്ഷാ ശ്രീമാൻ ചാത്തുണ്ണി എന്നൊരു സിനിമയുണ്ട്. അതെല്ലാവരും കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടാൽ മതി. അതിൽ നിന്ന് പ്രപഞ്ചം എങ്ങനെ ഉണ്ടായെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഒന്നുമില്ലാത്ത രൂപത്തിലായിരുന്നു ചാത്തുണ്ണി ഉണ്ടായിരുന്നത്. അപ്പം കുട്ടികൾ പറഞ്ഞാൽ നമുക്കൊന്ന് കാണണം. അപ്പോൾ ഒന്നുമില്ലാതെ നിന്ന് ഇങ്ങനെ തെളിഞ്ഞിട്ട് ചാത്തുണ്ണീൻ്റെ രൂപത്തിൽ വന്ന നമ്മൾ കണ്ടു. അതേപോലെയാണ് വന്നത്. വളരെ സിമ്പിളാണ്. അതെല്ലാം നമുക്ക് കാണുമ്പോൾ ഉൾക്കൊള്ളാൻ വലിയ പ്രയാസമുണ്ട്. ഒരു പ്രയാസമില്ല, എത്ര സിമ്പിളാണ്. എന്തോ ഒരു ചാത്തുണ്ണി അവിടെ ഉണ്ടായിരുന്നു, അതിന് രൂപവും ഭാവമൊന്നുമില്ല, പക്ഷെ ഇങ്ങനെ വരുന്നു. ആ തരത്തെ കണ്ടാൽ മതി, വളരെ സിമ്പിളാണ്, മനസ്സിലാക്കാൻ വലിയ പാടൊന്നുമില്ല. ഇതേപോലെ വേറെ സിനിമയുണ്ട്. ഈ പട്ടണത്തിൽ ഭൂതം എന്നൊരു സിനിമയുണ്ടല്ലോ, അതിലിങ്ങനെ ഒന്നുമില്ലാതെ ഇങ്ങനെ പ്രത്യക്ഷപ്പെടും. ആദ്യം ഒരു കുട്ടീൻ്റെ ഒരു കുട വയറിലായിട്ടായിട്ട് ഒരു ലുട്ടാപ്പീനി അതുപോലെയുള്ള ഒരു രൂപത്തിലാണ് വന്നിരുന്നത്. ഇപ്പം കുട്ടികൾ പറഞ്ഞാൽ അങ്ങനെ വേണ്ട, അങ്ങനെയാണ് ചാത്തുണ്ണി മാസ്റ്റർ മാതിരി വന്നത്. അപ്പോൾ അതിന് പകരം ഇപ്പം നമ്മളെ മുമ്പിൽ നമുക്കങ്ങനെ ഒരു അവസരം കിട്ടുകയാണ്. ഏതെങ്കിലും ഒരു കുടത്തുനിന്ന് കിട്ടുകയാണെങ്കിൽ
ചാത്തുണ്ണീനെ പോലെയുള്ള ആരെങ്കിലും ഒരു ശക്തിനെ കിട്ടുകയാണെങ്കിൽ പ്രത്യക്ഷപ്പെടേണ്ട അവസരത്തിൽ എന്ത് ചോദിച്ചാൽ മതി? വിശ്വരൂപത്തിൻ്റെ അവസ്ഥയിൽ ഒന്ന് വരണം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന വേദവ്യാസം വിവരിച്ച രൂപത്തിൽ ഇങ്ങനെ വിശ്വരൂപമായിട്ട് വരും. പക്ഷെ വളരെ വലുതായിരിക്കും. ഇനി എല്ലാം ഒന്നിച്ച് കാണുക എന്നെല്ലാം പറയുമ്പോൾ കുറച്ച് പ്രയാസം ഉണ്ട്. എന്നാലത് പ്രത്യക്ഷപ്പെടും. അത് ദിവ്യമായ കഴിവും നമുക്ക് തരും, വിശേഷ ദൃഷ്ടി തരും. അതെല്ലാം സംവിധായകന്മാർ അതുവരെയെല്ലാം അവതരിപ്പിച്ച് നമുക്ക് കാണിച്ചു തരും, സംശയമൊന്നുമില്ല. ഈ വിശ്വരൂപ ദർശനവും സിനിമയിൽ അവർ അവതരിപ്പിച്ച് തന്നിട്ടില്ലേ? അതുപോലെ തന്നെ ചാത്തുണ്ണി മാസം വിശ്വരൂപത്തിൻ്റെ രൂപത്തിൽ വരും. അപ്പം കവി ഭാവനയെ വർണ്ണിച്ചതായിട്ട് മാത്രം ഇതിനെ കാണണം. അതിലൊന്നും വേറെ ആത്മീയൊന്നും വേണ്ട. വളരെ ലളിതമായിട്ട് നമ്മൾ ഇതെല്ലാം കാണുമ്പോൾ എന്തെല്ലോ ആയിട്ട് ചിന്തിച്ചു പോകുന്നതുകൊണ്ടാണ് ഈ കുഴപ്പം. വളരെ ലളിതമായിട്ട് ഇന്നത്തെ ചിത്രകാരന്മാർ, സിനിമക്കാരെല്ലാം കഥയെടുക്കുന്നവരെ ശ്രീമാൻ ചാത്തുണ്ണീൻ്റെ എല്ലാം അവതരിപ്പിച്ച മാതിരി പ്രപഞ്ചമുണ്ടായതായിട്ട് സങ്കല്പിക്കണം. എന്തോരം ശ്രീമാൻ ചാത്തുണ്ണി എന്നൊരു ശക്തിവിശേഷം അവിടെ ഉണ്ടായിരുന്നു, ഒരു ഭൂതം. അതിന് പേര് കൊടുത്തത് ഭൂതമാണ്. ആ ഭൂതമാണ് ചാത്തുണ്ണി മാസ്റ്ററായിട്ട് വന്നത്. ഇപ്പം നമ്മളെ മുമ്പിൽ വന്നിട്ട് നമ്മളോട് ആവശ്യപ്പെടുകയാണ് എനിക്ക് വിശ്വരൂപം കാണണം എന്ന് പറഞ്ഞാൽ വിശ്വരൂപമായിട്ട് വരും. ആദ്യമുള്ളതിന് രൂപവും ഭാവമൊന്നുമില്ല. അവിടെ അതിന് ഭൂതം എന്നൊരു പേര് കൊടുത്തെങ്കിൽ ഇതിന് ബ്രഹ്മം എന്ന് പേര് കൊടുക്കുന്നു. അത്രയേ ഉള്ളൂ. വേറെ വ്യത്യാസമൊന്നും ഇല്ല. ദർശിക്കണ്ട, വേറെ വ്യത്യാസമൊന്നും അതിൽ കാണാൻ ശ്രമിക്കരുത്. വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇനി വേദങ്ങളിൽ പറയുന്ന വേറൊന്നും കൂടിയും പറയാൻ ശ്രമിക്കുകയാണ്. ഇതെല്ലാം ഒരു ചരടിലെ മുത്തുകൾ, പല മാതിരിയുള്ള മുത്തുകൾ കോർത്ത പോലെയാണ് ഈ ജീവജാലങ്ങളെല്ലാം യോജിപ്പിച്ചിരിക്കുന്നതെന്ന്. അതും അല്പം ചിന്തിക്കാൻ കഴിവുള്ളവർക്ക് ആ രൂപവും വ്യക്തമാകും. അത് ഇവിടെ പറഞ്ഞിട്ടില്ല, എന്നാലും പക്ഷേ ഒരിടത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇവിടെ പറയാൻ പോവുക. നമ്മളെ ശരീരം, ഈ പ്രപഞ്ചം മുഴുവൻ ആറ്റങ്ങളെ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ആറ്റം എന്നത് നടുവിലൊരു ഗോളവും അതിന് ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഒരു വലിയ ഗോളം. അതിൻ്റെ അതും ചെറിയ ചെറിയ ഗോളങ്ങളാണ്. എന്നാൽ അതിനൊരു ഗോളമായിട്ട് നമ്മൾ സങ്കല്പിക്കുക. ചുറ്റും കുറേ ഇലക്ട്രോണ് ഒരു ചരടിൽ, അതായത് ഓർബിറ്റിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ശരീരം, ഇങ്ങനെയുള്ള സാധനം കൊണ്ടാണ് നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത്. കുറേ ബോളുകൾ കൊണ്ട്. ആറ്റം എന്ന് പറയുന്നത് നടുവിലൊരു വലിയ ബോള്, അതിന് ചുറ്റും കുറേ ചെറിയ ബോളുകൾ ഒരു നൂലിൻ്റെ അകത്ത് കെട്ടിയ മാതിരി ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുകയാണ്. ഇതുകൊണ്ടാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായിരിക്കുന്ന ഈ ശരീരം ഉണ്ടായിരിക്കുന്നത്. ഈ ശരീരത്തെ നല്ല ശക്തിയുള്ള ഒരു മൈക്രോസ്കോപ്പ് കൊണ്ട് അങ്ങനെ സൂക്ഷ്മമായി നോക്കി അകത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ കാണാൻ പോകുന്നത് കുറേ ഗോളങ്ങൾ ഇങ്ങനെ നൂലുകൊണ്ട് വരിഞ്ഞു കെട്ടിയ മാതിരിയാണ്. ഇതും ഭാവനയിൽ കെമിസ്ട്രി അറിയുന്നവർ, കുറച്ചെങ്കിലും ഈ ആറ്റത്തിൻ്റെ ഘടന അറിയുന്നവർ അതുകൊണ്ടാണ് ഈ ശരീരം ഉണ്ടാക്കിയതെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉദാഹരണം പറയാം. ചെറിയ ക്ലാസ്സിൽ പണ്ട് മുത്ത് വാങ്ങിയിട്ട് നമ്മൾ പേഴ്സ് ഉണ്ടാക്കുമായിരുന്നു, മണിപ്പേഴ്സ്. ചെറിയ ക്ലാസ്സിലെല്ലാം ഇപ്പോൾ ഉണ്ടോയെന്നറിയില്ല. മുത്തും വാങ്ങിയിട്ട് പോകും, പല നിറമുള്ള. ഇത് നൂലിട്ട് ഇങ്ങനെ കോർത്ത് വെച്ചിട്ട് അവസാനം പേഴ്സ് മാരിയിരിക്കും. എല്ലാം എന്താണ്? മുത്താണ്, കുറേ നൂലും. പക്ഷേ അത് പേഴ്സിൻ്റെ രൂപമാകുന്നു. അതേപോലെ ആറ്റങ്ങൾ ഒരു ചെറിയ ഗോളം നടുവിലും ചുറ്റും കുറേ ഇലക്ക. അതിൻ്റെ ഇടക്കെല്ലാം ശൂന്യമാണ്. ഈ ശരീരത്തിൻ്റെ ഇടക്ക് മുഴുവൻ ശൂന്യമാണ്. ഇത് അടുത്തായത് കൊണ്ടാണ് നമുക്ക് പേഴ്സുമാരി തോന്നുന്നത്. അല്ലെങ്കിൽ കുറേ ഗോളങ്ങൾ മാത്രമാണ്. ഒരു നൂല് കൊണ്ട് അറേഞ്ച് ചെയ്യുന്ന മാതിരിയാണ് ഈ ശരീരം ഉള്ളത്. അപ്പോൾ ഒന്ന് ഭാവനയിൽ കണ്ടാൽ വളരെ സിമ്പിളാണ് ഇതെല്ലാം മനസ്സിലാക്കാൻ. അപ്പം ശൂന്യതയിൽ നിന്ന് വന്നു പ്രപഞ്ചമായി മാറി, നമ്മളെല്ലാം മാറി. ആ രൂപമാണ് ഇനി വിവരിക്കാൻ പോകുന്നത്. ഞാനിതിപ്പോൾ ഇത്രയും പറഞ്ഞതുകൊണ്ട് ഇനിയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് ഓടിച്ചിട്ടിട്ട് പോവുകയാണ്.
അധികം വിസ്താരത്തിൻ്റെ കൈകൾ എന്നെല്ലാം പറഞ്ഞാൽ ആ ജീവിയുടെ കൈകളാണ് ഇതെല്ലാം നമ്മളെല്ലാം. ഇപ്പോൾ എൻ്റെ മേശയിലുള്ള ഒരു സാധനം അതിന് കാണണ്ടിക്ക്, ബ്രഹ്മത്തിന് കാണണ്ടിക്ക് എൻ്റെ കണ്ണുകൊണ്ട് നോക്കാം. ഒരു മാളത്തിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് വല്ല എന്തെങ്കിലും ജീവി ഉണ്ടെങ്കിൽ അതിൻ്റെ കണ്ണുകൊണ്ട്. കാരണം ഇതെല്ലാം അതിൻ്റെ ഒന്ന് മുത്തുകളെ പോലെ ചേർത്ത് വെച്ച ഒരു സംഗതിയാണ്. ഭാവനയിൽ കണ്ടുകൊള്ളുക. ഇതിൽ കൂടുതലൊന്നും പറയാൻ ഒരു നിർവാഹമില്ല. അതൊരു സത്യവുമാണ്. കുറേ ഗോളങ്ങളെ കൊണ്ട്, മുത്തുകളെ പോലെയുള്ള ഗോളങ്ങൾ, ന്യൂക്ലിയസ് തന്നെ കുറേ ഗോളങ്ങൾ ചേർത്ത് വെച്ചതാണ്. അതിന് ചുറ്റും കയറി ഇലക്ട്രോൺ, അതിൻ്റെ ഇടയ്ക്കെല്ലാം 90-50. ഇപ്പോൾ ആകാശത്തിലെ സൗരയൂഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ചിന്തിച്ച് നോക്കൂ. സൂര്യൻ നടുവിലൊരു സ്ഥലം, കുറച്ച് ഗ്രഹങ്ങൾ ഇങ്ങനെ ചുറ്റുന്നു, ബാക്കിയുള്ള സ്ഥലം മുഴുവൻ ശൂന്യം. ചുറ്റുന്നത് എന്ന് പറയുന്ന ഏതിലാണ്? ഒരു ഓർബിറ്റിൽ. ആ ഓർബിറ്റിനെ ഒരു നൂലായി സങ്കല്പിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം പരസ്പരം ബന്ധിപ്പിച്ചിട്ട് ആകാശം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് ശൂന്യമാണ്. അത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ശരീരത്തിൻ്റെ അകത്ത് നോക്കുമ്പോൾ ഈ ആറ്റങ്ങളെ കാണിക്കൽ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കണം. അപ്പോൾ എല്ലാം ശൂന്യമാണ്. കുറേ ഗോളങ്ങളെ കളിയാണിത്. ഭാവനയുള്ളവർക്ക് ചിന്തിക്കുക. ഇപ്പം ഈ രൂപമാണ് കാണേണ്ടത്. അപ്പം വിശ്വരൂപമാണ് കാണിക്കുന്നത്. അല്ലാതെ രൂപവും ഭാവവും ഇല്ലാതെ ബ്രഹ്മത്തെയല്ല. ആ ബ്രഹ്മത്തിൽ നിന്നും വന്ന വിശ്വത്തിൻ്റെ രൂപമാണ് ഇവിടെ വിവരിക്കുന്നത്. ഒരു പ്രത്യേക തരത്തിൽ സാധാരണക്കാരനായിട്ട് വിവരിക്കുകയാണ്. ഇനി 5-ലും 6-ലും അപ്പം കൃഷ്ണൻ പറയുകയാണ്, നാനാപ്രകാരത്തിൽ ദിവ്യമായ നാനാ വർണ്ണങ്ങളിൽ. ഇവിടെ ഉണ്ടല്ലോ ഇല, പൂവ്, ഇതെല്ലാം പല വർണ്ണത്തിലാണ്. രൂപത്തിലും തെങ്ങിൻ്റെ രൂപമുണ്ട്, മാവിൻ്റെ രൂപമുണ്ട്, എൻ്റെ രൂപമുണ്ട്, എല്ലാ രൂപമുണ്ട്. അനേകങ്ങളായി നിൽക്കുന്ന, ഇതെല്ലാം പലതായിട്ട് തോന്നുന്ന തരത്തിൽ അനേകമായിട്ട് നിൽക്കുകയാണ്. പക്ഷെ എല്ലാം യോജിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ രൂപം നീ കാണുക. അപ്പം അതിൽ ആദിത്യന്മാരെ കാണാം, വസുക്കളെ കാണാം, രുദ്രന്മാർ, അശ്വിനികളെ, പിന്നെ ഇതുവരെ കാണാതെ എല്ലാം എനിക്ക് കാണാം. ഈ പ്രപഞ്ചം മുഴുവൻ കാണാൻ പോവുക. നീ കാണുക. എന്നിട്ട് ഏഴിലെന്ത് പറയുന്നു? ചരാചരങ്ങളോട് കൂടിയതും ചലിക്കുന്ന വസ്തുക്കളുണ്ട്, നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി എൻ്റെ കണ്ണിൽ ചലിക്കാത്ത വസ്തുക്കളുണ്ട്. ശരീരത്തിൽ നഖം ചലിക്കില്ല, അതുമാതിരി പാറകൾ ചലിക്കില്ല. അപ്പം ഇതൊരു ഇരിച്ച ജീവിയായിട്ട് ചിത്രീകരിക്കുകയാണ്. കൂടിയതും നീ കാണുവാൻ ആഗ്രഹിക്കുന്നതുമായ മറ്റുള്ളവരെയെല്ലാം നീ ശരീരത്തിൽ ദർശിക്കുക. ഈ പ്രപഞ്ചമാകുന്ന ശരീരത്തിൽ ദർശിക്കുക. അല്ലാതെ അതൊരു കൃഷ്ണനപ്പം ഏതാണ്? ഈ പ്രപഞ്ചമാണ്. ആ പ്രപഞ്ചാരൂപം പ്രത്യക്ഷമായ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിച്ച ലോകം. അതിൻ്റെ പിന്നിലാണ് ഏതിൽ നിന്ന് വന്നോ അദൃശ്യമായ ഭൂതം ഉണ്ടല്ലോ, അതുപോലെയുള്ളൊരു സംഗതി ഉണ്ടല്ലോ, ബ്രഹ്മം, അത് ഉള്ളത്. അതാണ് അതിൻ്റെ ശരിയായ അവസ്ഥ. നീ ശരീരത്തിൽ ദർശിക്കുക, എന്നാൽ നിൻ്റെ സ്വന്തം കണ്ണുകളെ കൊണ്ട് ഇത് കാണുവാനാകില്ല. അപ്പം ഈ പ്രപഞ്ചം മുഴുവൻ കാണാമെന്ന് വെച്ചാൽ ഒരു മനുഷ്യനും പറ്റൂല. കാരണം അത്രയും വല്ലതാണ്. നമ്മൾ ഉള്ളിലുള്ളത് മുഴുവൻ കുറേ ഗോളങ്ങളെ കൊണ്ട് ഉണ്ടാക്കുകയാണെന്ന് നമുക്ക് കാണാൻ പറ്റുമോ? എത്ര വലിയ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചാലും നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കയറിക്കഴിക്കുമ്പോൾ ഏതെങ്കിലും ഈ ഒരു സ്ഥലത്ത് തന്നെ വികസിപ്പിച്ചെടുത്ത കുറേ ഗോളങ്ങൾ, മുത്ത് നൂലിൽ കോർത്ത മാതിരിയുള്ള കുറേ ചിത്രമാണ് കിട്ടുക. ഈ പ്രപഞ്ചം മുഴുവൻ 7 ലോകങ്ങളും കാണിക്കൽ സാധാരണ കണ്ണുകൊണ്ടതിൽ ഒരു ഉപകരണം വെച്ചാലും കാണാൻ പോകുന്നില്ല. ഒന്നിച്ച് കാണുമെന്ന് വെച്ചാൽ ദിവ്യ ചക്ഷുസ് നിനക്ക് ഞാൻ തരുന്നു. അതുകൊണ്ട് നിനക്ക് ദിവ്യദൃഷ്ടി, നമ്മളെ ബുദ്ധിയാൽ നമ്മൾ ചിന്തിക്കണം. ആ ദിവ്യദൃഷ്ടി ആർക്കേ കിട്ടുകയുള്ളൂ? നമുക്കും കിട്ടും. നമ്മളോട് തന്നെയാണ് പറയുന്നത് വേദവ്യാസൻ, ഒരു കഥാപാത്രത്തെ വെച്ചുകൊണ്ട്. ആ ദിവ്യമായി ചിന്തിക്കാനുള്ള കഴിവുള്ളവന് അത് ഭാവനയിൽ കണ്ടെത്താം. സത്യം തന്നെയാണ് പറയുന്നത്. നമുക്കും എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. കാണുക എന്ന് പറഞ്ഞാൽ എന്താണ്? ദിവ്യദൃഷ്ടിയിൽ ഇങ്ങനെയാണ് പ്രപഞ്ചമുള്ളത്. എന്നാൽ എല്ലാവർക്കും ഒന്ന് ശ്രമിച്ചാൽ പറ്റും. പറ്റുന്നവർക്ക് പറ്റും, അല്ലാതെ എല്ലാവർക്കും പറ്റില്ല. ദിവ്യ ചക്ഷസ് നിനക്ക് ഞാൻ തരുന്നു, അതിലും മഹത്തരമായ എൻ്റെ ശക്തിയെ നീ കാണുക. അതിനുശേഷം കൃഷ്ണൻ തൻ്റെ രൂപം അർജുനന് കാണിച്ചു കൊടുത്തു. എന്നിട്ടാണ് ഈ പ്രപഞ്ചം മുഴുവൻ കാണിച്ചു കൊടുക്കുന്നത്. 10-11 അപ്പോൾ അതിലെന്തുണ്ട്? അനേകം മുഖങ്ങളുണ്ട്. എൻ്റെ മുഖം കണ്ടിട്ടുണ്ട്, വേറെ ആൾ, ഈ കേൾക്കുന്നവരെല്ലാം മുഖം അതിൻ്റെ അകത്ത് കണ്ടിട്ടുണ്ട്. കാരണം ഇതെല്ലാം ബ്രഹ്മത്തിലുണ്ട്.
ബ്രഹ്മത്തിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാലും ആ രൂപമെല്ലാം അതിൻ്റെ അകത്ത്, കാരണം മരിച്ച അതിന് മുമ്പേ വിശ്വരൂപത്തിൽ അത് പിന്നീട് വരുന്നുണ്ട്, അവിടെ പറയാം. അപ്പം അനേകം കൈകളുണ്ട്, കുറേ ആഭരണങ്ങൾ. ആരാഭരണങ്ങളാണ് കാണുന്നത്? ഇവിടെ സ്ത്രീകളെല്ലാം നടക്കുന്ന എൻ്റെ കൈമിൽ ഒരു ചെറിയ ആഭരണമുണ്ട്. ഇതെല്ലാം കണ്ട് ഓരോ വിരലും, ഈ വിരലെല്ലാം ഇതിൻ്റെ വിരലാണ്. ഈ സ്ത്രീകളെല്ലാം ആഭരണം വഹിച്ച് നടക്കുന്ന എല്ലാം കാണുകയാണ്. പിന്നെ ആഭരണങ്ങളും വസ്ത്രങ്ങൾ, എന്തെല്ലാം തരം വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്, ഓരോ അവയവത്തിലും ധരിച്ചു വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം അത് തന്നെ ഒന്നിച്ച്. സുഗന്ധമെല്ലാം പൂശിയ സുഗന്ധവും എല്ലാം വരുന്നുണ്ട് അതിൻ്റെ അകത്ത്. ആശ്ചര്യകരമായ അനന്തവുമായ തൻ്റെ വിശ്വരൂപം കാണിച്ചു. ഇനി 12 മുതൽ 14 വരെ. അവിടെ അതിൻ്റെ ശോഭ എങ്ങനെയാ കണ്ടതെന്ന് വെച്ചാൽ, അനേകം സൂര്യന്മാർ ആകാശത്തിൽ ഉദിച്ചതായിട്ടാണ് കണ്ടത്. അത് വളരെ ലളിതമായിട്ട് മനസ്സിലാക്കണം. ഈ പ്രപഞ്ചം മുഴുവൻ അതാണെങ്കിൽ ഈ ലോകത്തിലുള്ള എല്ലാ നക്ഷത്രങ്ങളും സൂര്യന്മാരാണ്. അതെല്ലാം കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ കത്തിച്ച് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ ഒരു വീടിൻ്റെ അകത്തെല്ലാം വലിയ ഹോട്ടലിലെല്ലാം പോയി കഴിഞ്ഞാൽ അനേക ലൈറ്റുകൾ പിടിപ്പിച്ച് വെച്ചിരിക്കില്ലേ, അതെല്ലാം കൂടിയ ശോഭയിലെ ആ മുറിയിൽ വരുന്നത്. അതുപോലെ ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ കുറേ സൂര്യനാണ്. നമുക്കൊരു സൂര്യനെ കാണാൻ പറ്റുന്നത്, മറ്റേ ചന്ദ്രനെ ഒരു പൊത്തുമാരിയെ കാണുന്നുള്ളൂ. പക്ഷേ ദിവ്യ കണ്ണുണ്ടെങ്കിൽ എല്ലാം കൂടി കണ്ടു കഴിഞ്ഞാൽ എല്ലാ സൂര്യന്മാരും കത്തിജ്വലിക്കുകയാണ്. പ്രകാശം ഇങ്ങനെ അന്തരീക്ഷം മുഴുവൻ വ്യാപിച്ചിടക്കി 7 ലോകങ്ങളിൽ. എല്ലാം വേർതിരിക്കപ്പെട്ട ലോകങ്ങളും അതിൽ കണ്ടു. അതിനെല്ലാം വേർതിരിച്ച് കുറച്ച് മാറ്റി മാറ്റിയാണ് വെച്ചിരിക്കുന്നത്. അതിൽ കണ്ടു. അത്ഭുത പരതന്ത്രനായ അർജുനൻ ഇങ്ങനെ പറഞ്ഞു, 15 മുതൽ 17 വരെ. ഞാൻ അങ്ങയുടെ ദേഹത്തിൽ എല്ലാ ദേവതകൾ, എല്ലാ ഭൂതഗണങ്ങൾ, കമലത്തിരിക്കുന്ന ബ്രഹ്മാവിനെ, കാരണം എല്ലാം അത് തന്നെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് ഓടിച്ചിട്ട് പോവുകയാണ്. മഹർഷിമാർ, സർപ്പങ്ങളും എല്ലാ സർപ്പങ്ങളും അതിൽ കണ്ടു. നോക്കുന്നിടത്തെല്ലാം അനേകം കൈകൾ, അനേകം കുടൽ, എൻ്റെ കുടലും കാണുന്നു, എല്ലാവരുടെ ബാഗുകളിലും കാണുകയാണ്. അനേകം മുഖങ്ങൾ, അനേകം കണ്ണുകൾ എന്നിവയാലുള്ള ഒരാളെ മാത്രമേ കാണുന്നുള്ളൂ. അതെല്ലാം കൂടിയിട്ട് ഒന്നായിട്ട് കാണുന്നു. അതെല്ലാം ഒന്നിച്ച് ഒരു മുത്തിൽ കോർത്ത മാതിരി, നൂല് കോർത്ത മാതിരി ഒന്നിച്ച് കാണുകയാണ്. അതാണ് ഈ ഒന്നിച്ച് കാണുന്നത്, ഒന്നായിട്ടാണ് കാണുന്നത്. ഇതാണ് ഒന്നായ രൂപം. ഇങ്ങനെ കാണുകയാണ്. ഇങ്ങനെയുള്ളൊരു ജീവി, അനേകം തലയും കാലും എല്ലാം ആയിട്ട്, അതിൽ ഒരു തല എൻ്റെതാണ്, ബാക്കി ഈ കേൾക്കുന്നവരുടെ എല്ലാം. അതെല്ലാം അവിടെ കാണുന്നത്. എന്നിവ ധരിച്ചവനും അഗ്നിജ്വാല കണക്കെ പ്രകാശിക്കുന്നത്. കണ്ടമാന സൂര്യന്മാരെല്ലാം അങ്ങനെ കത്തിജ്വലിക്കുകയാണ്. ആയ അങ്ങേ ഞാൻ എല്ലായിടവും കണ്ടു. അങ്ങ് നാശമില്ലാത്തവൻ, അറിയേണ്ടവനും ലോകത്തിൻ്റെ ആശ്രയവുമാണ്. സനാതന ധർമ്മത്തിൻ്റെ സംരക്ഷകനാണ്. സൂര്യസഞ്ചരന്മാരാകുന്ന കണ്ണുള്ളവനാണ്. 18 മുതൽ 23 വരെ. എന്താണ്? ഭൂമിക്കും ആകാശത്തിനും ഇടയിൽ എല്ലാ ദിക്കിലും വ്യാപിച്ച ഈ രൂപം കണ്ട് 3 ലോകങ്ങളും നടുങ്ങി നിൽക്കുകയാണ്. ദേവതകളെല്ലാം ഈ 3 ഈ ദേവത എന്നാൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും അതിൽ പ്രവേശിച്ച് അങ്ങയെ വണങ്ങി നിൽക്കുന്നു. ആ ശക്തിക്ക് വിധേയമായി നിൽക്കുകയാണ്. ഋഷികൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈ ഋഷികളിൽ എന്ത് ചെയ്തിരിക്കുകയാണ്? വേദങ്ങളിലൂടെ ഈ ശക്തി ഇതും ഒരു സ്തുതിയാണല്ലോ. ഈ ഭഗവത്ഗീതയും സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഋഷികൾ സ്തുതിച്ച് എഴുതിയിരിക്കുകയാണ്. രുദ്ര, ആദിത്യ, വിശ്വദേവങ്ങളും അശ്വനിയും മറ്റുള്ള രാജാക്കന്മാരും അത്ഭുതത്തോടെ അങ്ങയെ നോക്കിയിരിക്കുന്നു. ഇവരെല്ലാം അത്ഭുതത്തോടെ നോക്കിയിരിക്കുകയാണ്. എല്ലാവരും നമ്മളിപ്പോൾ അത്ഭുതത്തോടു കൂടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ദിവ്യദൃഷ്ടിയിലൂടെ ഈ രൂപത്തെ. ആ അവസ്ഥയിലേക്ക് നമ്മൾ വളർന്നു നോക്കൂ. നമുക്ക് അത്ഭുത രൂപത്തിൽ ഈ ശക്തിയെ ദർശിക്കാം. അനേകം മുഖം, കണ്ണ്, അതെല്ലാം പിന്നെയും പറയുകയാണ്. കൈകളുമുള്ള അങ്ങയെ നോക്കി സകല ലോകങ്ങളിലും പേടിച്ചു നിൽക്കുകയാണ്.
അവർ ഭയപ്പെട്ട് നിൽക്കുകയാണ് ഈ രൂപം കണ്ടിട്ട്. നമ്മളും ഭയന്നു പോകും. ഇത്രയും സൂര്യന്മാരെല്ലാം കത്തിജ്വലിക്കുന്നു എന്ന് ആലോചിച്ച് നോക്കിയാൽ. ഇപ്പോൾ ഒരു ബോംബിട്ടിട്ട് ഒരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ അന്തപ്പെട്ട് നിൽക്കും. അതുപോലെ ആകാശത്ത് മുഴുവൻ സൂര്യന്മാർ കത്തിജ്വലിച്ച് കിടക്കുന്നതിനെ നമ്മൾ കാണാൻ പറ്റുമെങ്കിൽ നമ്മൾ പേടിച്ചു പോകും. അത്രയുള്ള ദിവ്യദൃഷ്ടി നമുക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ടാണ്. എങ്കിലും പേടിക്കും, അല്ലെങ്കിൽ പേടിക്കും. ഇനി 24 മുതൽ 26 വരെ ആകാശം ചുടുന്ന, ആകാശം മുഴുവൻ ചുട്ട് കരിക്കുകയാണ്. ഇത്രയും നക്ഷത്രങ്ങളെല്ലാം കത്തി സൂര്യനെ പോലെ കത്തിക്കാണുന്നതെല്ലാം കണ്ടു കഴിഞ്ഞാൽ നാനാവർണ്ണങ്ങളുണ്ട്. എന്നിട്ട് വായു പിളർന്ന് നിൽക്കുന്ന മാതിരിയാണ് നിൽക്കുന്നത്. എല്ലാം അതിൻ്റെ അകത്തേക്ക് പോവുകയാണ്. എന്നിട്ടോ അങ്ങയുടെ സ്വരൂപം കണ്ട്, വായു പിളർന്ന് നിൽക്കുന്ന അങ്ങയുടെ സ്വരൂപം കണ്ട് എനിക്ക് എന്തു വരുന്നു? എൻ്റെ ദൈർഘ്യവും എൻ്റെ ധൈര്യമെല്ലാം പോവുകയാണ്, സമാധാനവും നഷ്ടപ്പെടുന്നു. ഇതെല്ലാം കണ്ടിട്ട് എനിക്ക് അന്തം വിട്ടുപോയി, എൻ്റെ സമാധാനവും നഷ്ടപ്പെട്ടു പോവുകയാണ്. ഘോര ദൃഷ്ടങ്ങൾ, പല്ലുകളെല്ലാം ഉണ്ട്, കടിച്ച് അമർത്തിയെല്ലാം. കാരണം പല സംഭവങ്ങളും അവിടെ കത്തി എരിഞ്ഞ് എല്ലാം ഈ ഭസ്മമാകുന്നുണ്ട്. സൂര്യനിൽ തന്നെ എന്തെല്ലാം കത്തി എരിഞ്ഞ് ഇല്ലാതാവുകയല്ലേ. ചില ഭൂമിയിലെല്ലാം കണ്ടില്ല, ചില സമയത്ത് വലിയ ഭൂകമ്പങ്ങളെല്ലാം ഉണ്ടായിട്ട് അഗ്നിപർവ്വതങ്ങളെല്ലാം പൊട്ടിത്തെറിക്കുന്നതെല്ലാം കണ്ടില്ല. അതെല്ലാം കണ്ടു കഴിഞ്ഞാൽ അതെല്ലാം പല ലോകത്തിലും പലയിടത്തും നടന്നുകൊണ്ടിരിക്കുകയാണ് ദിവസവും. ഇതെല്ലാം കാണുമ്പോൾ കത്തി അമരുകയാണ്. ആ പല്ലുകൊണ്ട് കടിച്ച എല്ലാത്തിനെയും ഭസ്മമാക്കിയാണ്. ഏത് അഗ്നിപർവ്വതത്തിലല്ല, എല്ലായിടത്തും ഭൂമി, എത്രയോ ഭൂമികൾ ലോകം മുഴുവൻ ഉണ്ടല്ലോ. സൂര്യനിലെല്ലാം കത്തുന്ന മാതിരി അവിടെയെല്ലാം കത്തി ജ്വലിക്കുകയാണ്. അതെല്ലാം ടി വിയിൽ അഗ്നിപർവ്വതങ്ങൾ ഒരു ഇതെടുത്ത് നോക്കിയാൽ മതി. നമ്മൾ പോലും അന്തപുത്തു ഇതെല്ലാം കത്തിക്കാളുന്ന കാണുമ്പോൾ. ഉരുൾപൊട്ടലുണ്ടാവും ചില സ്ഥലത്ത്. ഒരു ചെറിയ ഉരുൾപൊട്ടൽ കണ്ടിട്ട് നമ്മൾ അന്തപ്പെട്ടെങ്കിൽ ഇതെല്ലാം ഒന്നിച്ച് ലോകത്ത് പലയിടത്ത് ഈ 7 ലോകങ്ങളിലും കാണാൻ പറ്റുമെങ്കിൽ നമ്മളത് ഒന്ന് ഭാവനയിലെ കാണണം. ഈ പറയുന്നതല്ല, കവി പറയുന്നത്. നമ്മൾ അന്തം വിട്ട് ഒരു ഉരുൾപൊട്ടൽ ഇവിടെ കണ്ടിട്ട് നമ്മൾ അന്തം വിട്ട് ടി വിയിൽ എത്ര ദിവസങ്ങളാണ് നോക്കിയത്. എങ്കിൽ ഈ പ്രപഞ്ചത്തിൽ ഓരോ നിമിഷവും ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം നമ്മൾ കാണുന്നത്. ഉരുകി ദ്രവിക്കുകയാണ്. ദൃഷ്ടങ്ങൾ പ്രളയ സമയത്തെ അഗ്നി പോലെ പലയിടത്തും പ്രളയം നടക്കുന്നുണ്ട്. നക്ഷത്രങ്ങളെല്ലാം കത്തി എരിഞ്ഞിട്ടില്ലാതെയായി പോകില്ല ആകാശത്തിൽ. കണ്ടില്ലേ ബ്ലാക്ക് ഹോൾ? നമ്മളെ ഭൂമിയും സൂര്യനും എല്ലാം ഒരു ദിവസം കത്തി എരിയുന്ന മാതിരി അത് നമ്മൾ കാണിയാണ്. നമുക്ക് നാളെ സംഭവിക്കാൻ പോകുന്നത് ഈ ഭൂമിയും സൂര്യനും എല്ലാ ഗ്രഹങ്ങളും കത്തി എരിഞ്ഞിട്ട് ബ്ലാക്ക് ഹോൾ ആകുന്നത് നമ്മൾ കാണുകയാണ്. എവിടെ? ആകാശത്തിൽ ദിവസവും ഇങ്ങനെ കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം നമ്മൾ കാണുന്നത്. അതെല്ലാം കാണുമ്പോൾ നമ്മൾ എന്താ പോകും? അയ്യോ, നമ്മളെ കാര്യം പോക്കാണ്. ഈ സൂര്യനും ഭൂമി അത് യുക്തിവാദി തന്നെ തലക്ക് നിലവിളിച്ചിട്ട് ഓടും. ആകാശത്തിലെ ഇതെല്ലാം നൽകി ഇതുപോലെയാണോ നാളെ കത്തിയേരിയാൻ പോകുന്നത് എന്ന് അന്തം വിട്ടു. അർജുനൻ അന്തം വിട്ടുപോയി. സമനില തെറ്റിപ്പോകാതെ ഭാവിച്ചു. എന്നിട്ട് മുഖം കണ്ടപ്പോൾ എനിക്ക് ദിക്കുകൾ പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. ഇതെല്ലാം കണ്ടപ്പോൾ ഞാൻ എവിടെയാണ്, അതായത് നമ്മൾ പറയുന്നില്ല, നമ്മളെ പരിസരബോധം പോലും നഷ്ടപ്പെട്ടു പോയി. അതുപോലെ അർജുനൻ്റെ പരിസരബോധമെല്ലാം നഷ്ടപ്പെട്ടു. അവിടെ പിന്നെന്താ കാണുന്നതെന്ന് വെച്ചാൽ ഈ 100 ധൃതരാഷ്ട്രപുത്രന്മാരും ധൃതരാഷ്ട്രന്മാരുടെ 100 പേരും പിന്നെ ഭീഷ്മരും ദ്രോണരും കർണനും എല്ലാവരും അങ്ങയുടെ വായിലേക്കങ്ങ് പോവുകയാണ്. ആ വായിൽ പോയി കത്തി എരിഞ്ഞ് പല്ലിൻ്റെ ഇടക്കെല്ലാം കടന്നിട്ട് ഇല്ലാതാവുകയാണ്. കാരണം ഇതെല്ലാം ഓൾറെഡി തീരുമാനിച്ചു കഴിഞ്ഞതാണെന്നാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. അർജുനൻ നോക്കുമ്പോൾ ഇതെല്ലാം ഇതിനകത്ത് കത്തി എരിഞ്ഞ് പോവുകയാണ്. ഇത് ചിലപ്പം കഴിഞ്ഞ യുഗത്തിലെ ഹൃദയകം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം ഇങ്ങനെ സൈക്കിളായിട്ട് പോകുന്നുണ്ട്. അതിൻ്റെ മുമ്പിലെത്തിയും കാണാമല്ലോ. എല്ലാം അർജുനനാണ്. പണ്ടെത്തി ഓരോ സംഭവങ്ങളും കാണാമല്ലോ. അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന സംഭവങ്ങളാണ് കാണാൻ പോകുന്നത്. അതെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. നാളെ എന്താ സംഭവിക്കുകയെന്നല്ല അത്രയും നിശ്ചയിച്ച് എഴുതി വെച്ചിരിക്കുകയാണ്. നമുക്കൊന്നും അതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ലോകം സുന്ദരമായ ഒരു ലോകത്തിലേക്കാണ് പോകുന്നത്. ഇവിടെ 3-ാം ലോകമഹായുദ്ധത്തിലൂടെ, മഹാഭാരത യുദ്ധത്തിലൂടെ ഒരു സുന്ദരമായ ലോകം ഉണ്ടാക്കാൻ നമ്മളതിൻ്റെ പടിവാതിക്കലാണ്. എല്ലാവരും ഒരു കുടുംബത്തിലെ അങ്ങനത്തെ പോലെ.
ജാതി വ്യത്യാസമില്ല, മതവ്യത്യാസമില്ല, എല്ലാവരും ബ്രഹ്മത്തെ ദർശിക്കുന്ന ഒരവസരത്തിൽ എത്തുന്ന ഒരു ലോകം, സുന്ദരമായ ലോകം, എല്ലാ ജ്ഞാനവും തെളിഞ്ഞ ലോകം. ആ യുദ്ധമാണ് ഈ അർജുനൻ നയിക്കേണ്ടത്. ഇത്രയും ഭീകരമായ ഒരു യുദ്ധമാണ്. അതുകൊണ്ടാണ് ഇതെല്ലാം കാണിച്ചു കൊടുക്കുന്നത്. ഈ കാലമാണ് ഇത് ചെയ്യുന്നത്. ഇതിനെയൊന്നും ആര് വിചാരിച്ചാലും മാറ്റാതൊന്നും പറ്റില്ല. കാലം ഇങ്ങനെ തന്നെ അവിടെ കൊണ്ടെത്തിക്കും. ഈ മഹാഭാരത യുദ്ധവും നടക്കും, മൂന്നാം ലോകമായുധവും നടക്കും, സുന്ദരമായ ഒരു ലോകം ഉണ്ടാകും. എന്തുകൊണ്ടാണ് അന്ന് ജാതി മതം ഒരു ചിന്തയില്ലാതെ ഒരു പ്രളയം നടക്കുമ്പോൾ ആ സമയത്ത് മനുഷ്യരെല്ലാം ഒരേ ലക്ഷ്യമേ ഉള്ളൂ, എങ്ങനെയും ഇതിനകത്ത് രക്ഷപ്പെടാം. അവിടെ രാഷ്ട്രീയമില്ല, ഒരു ചുക്കുമില്ല. അപ്പോൾ ഈ ഭൂമി മുഴുവൻ ഒരു യുദ്ധമെല്ലാം നടന്നിട്ട് നശിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള ജനങ്ങൾക്ക് പിന്നെ എന്തില്ല? ജാതിയുമില്ല, മതവുമില്ല, ഒരു ചുക്കുമില്ല. എങ്ങനെയെങ്കിലും ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടണം. എല്ലാ ജ്ഞാനവും ഉണ്ട്. എല്ലാവരും ഏകോദര സഹോദരങ്ങളെപ്പോലെ, ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ ഉച്ചനീചത്വങ്ങളൊന്നും ഇല്ലാതെ, ചൂഷണമില്ലാതെ, ഒരൊറ്റ മനസ്സോടുകൂടി കുറച്ച് കാലം ഈ മൂന്നാം ലോകമഹായുദ്ധം, മഹാഭാരത യുദ്ധം കഴിയുമ്പോൾ ഒരു ജനവിഭാഗം ഉണ്ടാകും. അത് കുറച്ച് കാലത്തേക്ക്. അത് കഴിഞ്ഞാൽ പിന്നെയും പഴയ അവസ്ഥയിലാവും. അതോടുകൂടി പ്രളയം വന്നിട്ട് ഈന മുഴുവൻ കത്തിയിരിച്ചു കൊണ്ടുപോകും. പിന്നെ ആദ്യം ഒന്നേന്ന് തുടങ്ങും. അക്കാര്യമാണ് ഇവിടെ എഴുതി വെച്ച്, ആ രക്ഷപ്പെട്ടവർ എഴുതി വെച്ചതാണ് ഈ സംഗതി. അപ്പോൾ എല്ലാവരും ദ്രോണരും എല്ലാം അങ്ങേരുടെ വായിൽ പോയി പതിക്കുന്നത് ഞാൻ കാണുന്നു. ചിലവരുടെ തലയെല്ലാം അങ്ങയുടെ പല്ലുകൾക്കിടയിൽ കിടന്നിട്ട് പൊട്ടിയാകുകയാണ്. എന്നിട്ട് എപ്രകാരം നദികൾ സമുദ്രത്തിൽ ചേരുന്നത് പോലെ, നദികളെല്ലാം സമുദ്രത്തിൽ ചേരുന്നത് പോലെ ഇവരെല്ലാം മരിച്ചിട്ട് ആ ബ്രഹ്മത്തിൽ പോയി ലയിക്കുകയാണ്. അങ്ങയുടെ ജ്വലിക്കുന്ന വായിൽ പ്രവേശിക്കുന്നു. എല്ലാ നദികളും സമുദ്രത്തിൽ ചെല്ലുന്നത് പോലെ ഈ അധർമ്മികളെല്ലാം അങ്ങയുടെ വായിലേക്ക് പോകുന്നത് ഞാൻ കാണുന്നു. എല്ലാ ലോകങ്ങളെയും വിഴുങ്ങിക്കൊണ്ട് അങ്ങ് ചുണ്ടു തുടക്കുന്നു. അതായത് ഇവന്മാരെല്ലാം ഭീഷ്മരെ ഈ ചൂതുകളിയിൽ കളിച്ചവരുണ്ടല്ലോ, കള്ളക്കളി കളിച്ച അവരെല്ലാം കാലം വിഴുങ്ങിയിട്ട് ചുണ്ടെല്ലാം തുടച്ചിട്ട് നല്ല സംതൃപ്തിയിൽ ഇരിക്കുകയാണ്. കാരണം നല്ലൊരു ലോകം, ധർമ്മമുള്ള, ജാതിമത ചിന്തകളില്ലാതെ എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ നിൽക്കുന്ന ഒരു സുന്ദരമായ ലോകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാട് പെടുന്നത്. മഹാഭാരത യുദ്ധം, മൂന്നാം ലോക മഹായുദ്ധം. അങ്ങയുടെ ഉഗ്ര തേജസ്സിൽ ലോകം ചുട്ടുനീറുന്നു. ലോകം ചുട്ടുനീറുകയാണ് ഈ യുദ്ധത്തിൽ. പ്രയോഗിക്കുന്ന ആയുധങ്ങളിൽ എന്താണ്? ടി വി തന്നെ തുറന്നാൽ കാണാം. എന്തെല്ലാമാണ് കത്തി നശിക്കുന്നത്. അത്തരമൊരു യുദ്ധമാണ് പറയുന്നത്. ഹേ ഭഗവാനെ, അങ്ങാരാണെന്ന് പറയുക. അതുകൊണ്ട് പിന്നെ അർജുനൻ പറഞ്ഞ അങ്ങ് ആരാണെന്ന് എന്നോടൊന്ന് പറയുക. ഞാൻ അന്തം വിട്ടിരിക്കുകയാണ്. നമ്മളും അന്തം വിടണം. ആ ഒരു ശക്തിയാണ് ഈ ലോകത്തെ യുദ്ധത്തിലേക്ക്, മൂന്നാം ലോകമായുധത്തിലേക്ക് നയിച്ചു കൊണ്ടുവരുന്നത്. മഹാഭാരത യുദ്ധത്തിലേക്ക്. ലക്ഷ്യം വസുദേവ കുടുംബം. അങ്ങയുടെ ലക്ഷ്യം എന്താണെന്ന് എനിക്കറിയില്ല. ഇതെല്ലാം എന്തിനു വേണ്ടിയാണെന്ന് എനിക്കറിയില്ല. ഇവയെല്ലാം വേണ്ടവണ്ണം അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിൻ്റെ 32 കൃഷ്ണൻ പറയുന്നു, ഞാൻ ലോകത്തെ നശിപ്പിക്കുന്ന കാലമാണ്. അപ്പം കൃഷ്ണൻ ആരാണ്? കാലമാണ്. കാലത്തെയാണ് ഈ കാലഘട്ടം, മൂന്നാം ലോക മഹായുദ്ധം, മഹാഭാരത യുദ്ധം നടക്കുന്ന ഈ കാലഘട്ടത്തെ നയിക്കുന്ന കാലം ശക്തിയാണ്. കാലമാണ് ലോകത്തെ നയിക്കുന്നത്. ആ കാലമാണ് ഞാൻ. അല്ലാതെ ജനിച്ചവനല്ല, ജനിച്ചിട്ടുമില്ല. ആ ലോകത്തെ നശിപ്പിക്കുന്ന കാലമാണ് ഞാൻ. ലോകസംഹാരത്തിനേർപ്പെട്ടിരിക്കുകയാണ്. 32 മുതൽ
34 വരെ ഞാൻ ലോകത്തെ സംഹരിക്കാൻ പോവുകയാണ് മഹാഭാരത യുദ്ധത്തിലൂടെ. മൂന്നാം ലോകമായി നമ്മൾ അവിടെയാണ് നിൽക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. ലോകം ന്യൂക്ലിയർ ബോംബെല്ലാം പ്രയോഗിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് നിൽക്കുന്നതെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഏത് നിമിഷവും കൈവിട്ട കളികളാണ് അവിടെ നടക്കുന്നത്. യൂട്യൂബിലെടുത്ത് നോക്കൂ. ഉക്രൈന് കാട്ടിക്കൂട്ടുന്ന എന്തെല്ലാമാണെന്ന്. റഷ്യയെ പ്രകോപിപ്പിക്കാൻ ന്യൂക്ലിയർ ബോംബ് പ്രയോഗിക്കാം, മറ്റുള്ള നാറ്റോ രാഷ്ട്രങ്ങളെ അടിക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുകയാണ്. ആ പ്രേരണയിൽ റഷ്യ വീണുപോയാൽ ന്യൂക്ലിയർ ബോംബ് പരസ്പരം ഉപയോഗിക്കുന്ന അവസ്ഥയിലേക്കാണ് എത്താൻ പോകുന്നത്. ട്രംപ് ഇത് തീർക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ട്രംപ് അതിനു വേണ്ടി ശ്രമിക്കുമ്പോൾ ട്രംപ് വരുന്നതിനെക്കാട്ടി മുമ്പിൽ ഒരു കുളമാക്കാൻ വേണ്ടിയുള്ള കളികൾ ഇവിടെ നടക്കുകയാണ്. അത് ശ്രദ്ധിച്ചാൽ മതി. പക്ഷെ അതിനെല്ലാം തന്ത്രപൂർവ്വം പിടിച്ചു നിൽക്കുന്നുണ്ട്, പ്രയോഗിക്കാതെ. വിരട്ടി നിൽക്കുന്നതേ ഉള്ളൂ, പ്രയോഗിക്കുന്നില്ല. കാരണം ട്രംപ് വരുന്നത് നോക്കിയിരിക്കുക. ട്രംപ് വന്നാലെങ്കിലും ഒരുമാതിരി ആ ന്യൂക്ലിയർ ബോംബ് പ്രയോഗിക്കാതെ പറ്റും. യുദ്ധം നടക്കും, യുദ്ധം നടന്നല്ലേ പറ്റൂ. യുദ്ധം നടന്ന് സംഹാരത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ആര്. ട്രംപ് വന്നാൽ യുദ്ധം തീരുമൊന്നുമില്ല. ഈ മൂന്നാം ലോക മഹായുദ്ധം ലോകത്ത് മുഴുവൻ കൊണ്ടേ പോകും. കുറച്ച് പേര് അവശേഷിക്കുന്നതാണ് ആര് പറയുന്നത്? കൃഷ്ണൻ പറയുന്നു, ഞാൻ ലോക സംഹാരത്തിനായി മൂർത്തിയായി കൃത്യത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. നീയില്ലെങ്കിലും, നീ യുദ്ധം ചെയ്തില്ലെങ്കിലും ഇവിടെ കൂടിയ ശത്രുപക്ഷം ജീവിച്ചിരിക്കില്ല. അർജുനനോട് പറയുകയാണ്, നീ ഇല്ലെങ്കിലും, നീ യുദ്ധം ചെയ്തിട്ടില്ലെങ്കിലും ഇവിടെ ഇവരെയൊന്നും ഞാൻ വെച്ചിരിക്കില്ല. അതായത് പുട്ടിനോട് തന്നെ പറയുന്ന കാര്യം കാണണം. പുട്ടിൻ തന്നെ വിചാരിച്ചാലും യുദ്ധം നിർത്താൻ പറ്റില്ല. നീ ഇല്ലെങ്കിലും ഇവരെയെല്ലാം ഞാൻ നശിപ്പിക്കും. ലോകം അധർമ്മികളെ നശിപ്പിക്കുന്ന ഒരു കാലത്തിലേക്കാണ് വരുന്നത്. ആരാണ് അധർമ്മികൾ? പുട്ടി എന്നാണോ? അല്ല ട്രംപിൻ്റെ പക്ഷത്താണോ? അല്ല മറ്റേ ബൈഡൻ്റെ പക്ഷത്താണോ? അതാ അവരവർ സ്വയം അങ്ങ് ചിന്തിച്ചാൽ മതി. ഞാൻ ഒരു പക്ഷമൊന്നും പിടിച്ച് പറയുന്നില്ല. പക്ഷേ എൻ്റെ വീക്ഷണത്തിൽ പുട്ടിനാണ് ഇന്ന് ലോകത്തിൻ്റെ ഒരു ശ്രദ്ധാകേന്ദ്രമായി മാറിയത്. കഴിഞ്ഞതിലെന്ന് പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും ശ്രദ്ധാകേന്ദ്രമായിരിക്കുന്നതിനെ ഞാനായി കാണുമെന്ന് പറഞ്ഞ നിലയിൽ ഇന്നത്തെ ലോകത്തിലെ പേര് പറയുമ്പോൾ പുട്ടിൻ്റെ പേരേ വരും. അത് നല്ല നിലയിലോ മോശം നിലയിലോ എന്നുള്ള കാലമാണ് ഇതിരിക്കേണ്ടത്. അത് വേദവ്യാസം തന്നെ പറഞ്ഞിട്ടുണ്ട്. മഹാഭാരത യുദ്ധത്തിൽ ദുര്യോധനാദികളാണ് ജയിച്ചിരുന്നെങ്കിൽ ദുര്യോധന പക്ഷത്താണ് ശരി, മറ്റേ പക്ഷത്താണ് അധർമ്മം. അത് യുദ്ധത്തിൻ്റെ കഴിഞ്ഞതിൻ്റെ ശേഷം കാലമാണ് പറഞ്ഞു തരിക. പക്ഷേ എൻ്റെ നോട്ടത്തിൽ ഇന്ന് ഏറ്റവും വിശിഷ്ടമായി നിൽക്കുന്നത് എന്താണോ അത് പുട്ടിൻ തന്നെയാണ്. കാരണം പുട്ടിനെ ഈ ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഒരാളെയാണ് ഏറ്റുമുട്ടുന്നത്. അതൊരു വല്ലാത്ത കഴിവ് തന്നെയാണ്. അത് സമ്മതിച്ചു കൊടുത്ത മാധ്യമങ്ങൾ സംഭവിക്കുക. ആ നിലയിൽ ഞാൻ പറയുന്നത് നേരിടും, അല്ലാതെ പക്ഷമൊന്നും ഞാൻ പിടിക്കുന്നില്ല. നമുക്ക് കാണാം. എന്നിട്ടെന്ന് പറയുന്നു, നീ ഇല്ലെങ്കിലും, നീ യുദ്ധം ചെയ്തില്ലെങ്കിലും ഇവിടെ കൂടിയ ശത്രുപക്ഷം ജീവിച്ചിരിപ്പില്ല. അതിനാൽ നീ എഴുന്നേൽക്കൂ, യുദ്ധം ചെയ്യൂ, ജയവും യശസ്സും എനിക്കൊരവസരം കിട്ടി തന്നതാണ്. ഞാനാണ് ഇതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്കൊരു യശസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ തരികയാണ്. നീ വേണ്ടിക്കത് ഉപയോഗിച്ചോ. ശത്രുക്കളെ ജയിച്ച് ഐശ്വര്യപൂർണമായ ഒരു ലോകം ഭരിക്കുക. ഒരു ഐശ്വര്യപൂർണമായ ഒരു ലോകമാണ് ഉണ്ടാകാൻ പോകുന്നത്. എത്ര പേർക്ക്? കുറച്ച് പേർക്ക്. എത്ര പേരേ ഉള്ളൂ ലോകത്തിൽ? 2 പക്ഷത്തും ഭരിക്കും. അത് അർജുനൻ നേരത്തെ തന്നെ പറഞ്ഞാൽ, അതുകൊണ്ട് എൻ്റെ പക്ഷത്തെ ആളും ഭീഷ്മർ മാത്രമൊന്നുമല്ല, എൻ്റെ പക്ഷത്തെ ആളും എല്ലാം ഇതിനകത്ത് പോവുകയാണ്. 2 പക്ഷത്തും ഭരിക്കുന്നുണ്ട്. അവസാനം ശേഷിക്കുന്നവർ കുറച്ച് ഭാഗ്യവാന്മാർ, അവർ ധർമ്മത്തിൻ്റെ ആളെന്ന് പറയാം. യഥാർത്ഥത്തിൽ ധർമ്മത്തിൻ്റെ ആളാകുന്നത് എന്തുകൊണ്ടാണ്? ശേഷിക്കുന്നവർക്ക് പിന്നെ നിലനിൽപ്പിൻ്റെ വശമേ ഉള്ളൂ. ആരെങ്കിലും ശേഷിച്ചെങ്കിൽ അവർക്ക് നിലനിൽപ്പിൻ്റെ വശമേ ഉള്ളൂ. എങ്ങനെയെങ്കിലും ഇനി ലോകത്തെ ഒന്ന് രക്ഷിച്ചെടുക്കണം. അത് കള്ളനായാലും പിടിച്ചു പറിക്കാരനായാലും അപ്പോൾ അവൻ്റെ മനസ്സ് ലോക നന്മയിലേക്ക് വരും. എനിക്ക് ബാക്കി ശേഷിക്കുന്ന ഇപ്പം പ്രളയം നടന്ന ആ സ്ഥലത്തുള്ള ജനങ്ങളെല്ലാം മനസ്സെത്ര നല്ലതാണ്. അവർ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. അപ്പോൾ ആ ഒരു നിമിഷം ഒരു സുന്ദരമായ ലോകം ഒരു കുറച്ച് കാലത്തേക്ക് ഇതിനു വേണ്ടിയാണ് 4 യുഗങ്ങളിലൂടെ ഈ ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കുന്ന ആ ഒരു ചെറിയ സംഭവത്തിന് വേണ്ടി
ഇതെന്തിനു വേണ്ടിയായി ചോദിക്കുന്നതെന്ന് വെച്ചാൽ വേദവ്യാസിന് എനിക്ക് ഉത്തരമില്ല എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതൊന്നും എനിക്കറിയില്ല, അതിനെ മനസ്സിലാക്കാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഞാൻ ഇവരെ മുൻപ് തന്നെ വധിച്ചു കഴിഞ്ഞാൽ, എല്ലാം വധിച്ചു കഴിഞ്ഞാൽ എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുക. മുമ്പ് തന്നെ വധിച്ചു എന്ന് പറഞ്ഞാൽ പ്ലാൻ ഉണ്ടാക്കിയ പരമാത്മാവ് എന്ന പ്ലാൻ, ആ പ്ലാനിലെ കാലം ഇങ്ങനെ പോകുന്നു. ഇത് യുഗങ്ങളിലായിട്ട് ഇങ്ങനെ തീരുമാനിച്ച് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് പ്രളയം നടക്കും, മനുഷ്യൻ നശിക്കും. കാരണം രക്ഷപ്പെട്ടത് ധർമ്മിഷ്ഠരാണ്. ആ നിമിഷം ലോകമെല്ലാം ഒന്ന് പിടിച്ച് തയ്യാറായി നിൽക്കുന്നവരെ കുറേ കഴിയുമ്പോൾ പിറ്റിയുമ്പോൾ പഴയ സ്വഭാവം കൈമേലെടുക്കും. രാഷ്ട്രീയവും മറ്റേ അധർമ്മവും എല്ലാം കുത്തിത്തിരിപ്പും എല്ലാം കൈമേലെടുക്കും. അങ്ങനെയാണ് അവസാനം യാദവർ തമ്മിൽ തല്ലുന്നത്. അപ്പോൾ കൃഷ്ണൻ വിലപിച്ച് ചോദിക്കുന്നുണ്ട്, ഇവന്മാർക്ക് വേണ്ടിയാണോ ഞാൻ ഈ യുദ്ധം നടത്തിയത്? അപ്പോൾ മനുഷ്യൻ്റെ സ്വഭാവം അങ്ങനെയാണ് സൃഷ്ടിച്ച് വെച്ചിരിക്കുന്നത്. ഇതിൽ മാറ്റമൊന്നുമില്ല. ഇതൊരു തുടർക്കഥ പോലെ ഇങ്ങനെ പോയിക്കാണ്. പിന്നെ പ്രളയത്തിലൂടെ അത് നശിപ്പിച്ച് പിന്നെ ആദ്യം ഒന്നേന്ന് തുടങ്ങും ചെയ്തുണ്ടാക്കാൻ. ഈ യുദ്ധവും കഴിഞ്ഞിട്ട് കുറച്ച് പേരെ ഒരു വസുദേവ കുടുംബം കുറച്ച് കാലത്തേക്ക് ഉണ്ടാക്കാൻ പറ്റും. നീ അതിന് നിമിത്തം മാത്രമാണ്. അതുകൊണ്ട് നിന്നെ ഒരു നിമിത്തമായിട്ട്, കാരണം നമ്മളെല്ലാം ചെയ്യുന്നത് ആ ശക്തി നമ്മളെ ഉള്ളിൽ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. അല്ലാതെ നമുക്കായിട്ട് ഒരു റോളും അവിടെ ഇല്ല. അതിനാൽ വധിക്കപ്പെട്ടവരായ ഇവരെ വധിച്ച് ശത്രുക്കളെ കീഴടക്കുക, വ്യസനിക്കരുത്. അതുകൊണ്ട് ഇവരെല്ലാം വധിക്കപ്പെട്ട് കഴിഞ്ഞു. പ്ലാനിൽ വധിച്ചവരാണ്, വധിച്ചു കഴിഞ്ഞു. അപ്പം നീ വെറുതെ പോയിട്ടൊന്ന് ഒരു ചടങ്ങുമാതിരി അങ്ങ് നിർവഹിച്ചേക്കും. അതിൻ്റെ ക്രെഡിറ്റ് എല്ലാം നീ എടുത്തോ, എല്ലാം എനിക്ക് തന്നെ, എനിക്കൊന്നും വേണ്ട. ചെയ്യുന്ന കാലം മുഴുവനാണ്. പക്ഷെ ക്രെഡിറ്റ് ആർക്ക് കൊടുക്കുകയാണ്? അർജുനൻ. അതുകൊണ്ട് ആ യുദ്ധത്തിൽ നീ പോയിട്ട് അവരെല്ലാം വധിച്ചവരാണ്. വധിച്ചവരെ തന്നെ ഒന്നും കൂടി വധിച്ചോളാമെന്നാണ് പറയുന്നത്. അത് സിനിമയിൽ വേറൊരു സിനിമ ഉണ്ടായിരുന്നു, ഭീകരവാദീനെ അവൻ തന്നെ സയനൈഡ് കഴിച്ച് മരിച്ചതാണ്. പിന്നെ മറ്റേ സീനും ആരിലാണ് ഇത് ഒരു അവർ കയറിയിട്ട് ഇടിച്ചിട്ട് ഞാൻ ഷർട്ടെല്ലാം വലിച്ചു കയറിയിട്ട് ഞാനാണ് കൊന്നതെന്ന് വരി. അർജുനന് ഇത്രയേ റോളുള്ളൂ. കൊന്നവരെ കൊണ്ടായിട്ട് ഒന്നും കൂടി കൊന്നോന്ന്, എന്നിട്ട് നീ ക്രെഡിറ്റ് എടുത്തോ. അതുകൊണ്ട് എനിക്ക് വ്യസനമൊന്നും വേണ്ട. അവർ ചത്ത് കഴിഞ്ഞതാണ്, പ്ലാനിൽ ചത്ത് കഴിഞ്ഞു, കൊന്നു. നീ പോയിട്ട് ഇനിയും വെറുതെ ഒന്ന് അവിടെ അഭിനയിച്ചാൽ മതി നീ കൊന്നതായിട്ട്. അങ്ങനെ 35 സഞ്ജയൻ പറയുന്നു, കൃഷ്ണൻ്റെ ഈ വാക്കുകൾ കേട്ട് ഭയന്ന് വിറച്ച അർജുനൻ കൈകൂപ്പി പിന്നെയും ചോദിക്കുന്നു. അപ്പോൾ ഇത് സഞ്ജയൻ ആർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ്? ധൃതരാഷ്ട്രർക്ക്. ഇനി 36. കൃഷ്ണ അങ്ങയെ സ്തുതിക്കുന്നത് കൊണ്ട് ലോകത്തിന് സന്തോഷവും ഭക്തിയും ഉണ്ടാകുന്നു. ദുഷ്ടരെ ശത്രുക്കൾ അങ്ങയുടെ നാമം കേൾക്കുമ്പോൾ തന്നെ പേടിച്ചോടും. അങ്ങയുടെ നാമം കേൾക്കുമ്പോൾ തന്നെ ഈ ദുഷ്ടരെല്ലാം പേടിച്ച് ഓടും. ദേവകൾ അങ്ങയെ നമിക്കും. അങ്ങയെയും അങ്ങനെയുള്ള അങ്ങയെ എങ്ങനെയാണ് നമിക്കേണ്ടത്? സത്ത് അസത്ത് ഇവയും അതിനപ്പുറത്തുള്ളതും നാശമില്ലാത്തതുമായ തത്വവും കൂടി അങ്ങെനിക്ക് പറഞ്ഞു തരണം. അങ്ങ് തന്നെയാണ് അത് പറഞ്ഞു തരാൻ യോഗ്യൻ. സത്തെന്താണ്, അസത്തെന്താണ്? അങ്ങ് തന്നെയാണ് ലോകത്തിൻ്റെ ആധാരം. അറിയേണ്ടതും അറിയപ്പെടേണ്ടതുമെല്ലാം അങ്ങ് തന്നെയാണ്. അത് യമൻ, ചന്ദ്രൻ, മറ്റേ ഇത് ലോകത്തിലുള്ള എല്ലാം അങ്ങ് തന്നെ, ബ്രഹ്മം തന്നെ. അതെല്ലാം എന്താണ്? ബ്രഹ്മം തന്നെയാണ്. ലോകത്തിൻ്റെ ആധാരം എല്ലാം അങ്ങ് തന്നെയാണ്. അങ്ങ് തന്നെയാണ് ബ്രഹ്മവും. ആ വായുവും യമനും ചന്ദ്രനും സൂര്യനും എല്ലാം അങ്ങ് തന്നെ. അതിനാൽ എല്ലാ ദിക്കിൽ നിന്നും ഞാൻ അങ്ങയെ നമിക്കുന്നു. അതുകൊണ്ട് അർജുനൻ എന്ത് പറയുന്നു? ഈ ലോകം മുഴുവനുള്ള എല്ലാം അങ്ങ് തന്നെയാണ്. ഞാൻ എല്ലാ ദിക്കിൽ നിന്നുകൊണ്ട് ഞാൻ അങ്ങയെ നമിക്കുകയാണ്. അപ്പം അർജുനൻ ഇപ്പോൾ ഏത് അവസ്ഥയിലെത്തി? പ്രപഞ്ചം മുഴുവൻ ആണെന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ്. ബ്രഹ്മസാക്ഷാത്കാരം നേടുമ്പോൾ ഈ ലോകം മുഴുവൻ ഞാൻ തന്നെയാണ്. ഇതുവരെ ഞാനെന്നൊരു ചിന്തയെ അർജുനൻ ഉണ്ടായിട്ടുള്ളൂ, ഞാൻ. പക്ഷെ ഈ ലോകം മുഴുവൻ ബ്രഹ്മമാണെങ്കിൽ എനിക്കെന്ത് തോന്നും? ഞാൻ തന്നെയാണ് ആ കാണുന്നത്. എല്ലാത്തിലും ബ്രഹ്മത്തെ ദർശിക്കാൻ പറയല്ലേ.
അതുകൊണ്ട് അർജുനനും ആ അവസ്ഥയിലേക്ക് എത്തി, ഉയർന്ന് ബ്രഹ്മസാക്ഷാത്കാരത്തിൻ്റെ അവസ്ഥയിലേക്ക് ബ്രഹ്മരഹസ്യം മനസ്സിലാക്കിയ. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം ബ്രഹ്മമാണ്. അതുകൊണ്ട് എല്ലാ ദിക്കിലും നോക്കിക്കൊണ്ട് അർജുനനും നോക്കിയാണ് പറയാണ്, എല്ലാ ദിക്കിൽ നിന്നും ഞാൻ അങ്ങേ പ്രണമിക്കുന്നു, നമിക്കുന്നു. എല്ലാം അങ്ങയുടെ മഹത്വം മനസ്സിലാക്കുന്നു. സൂര്യൻ എന്നിട്ട് പറയുകയാണ്, ഞാൻ അങ്ങയെ പണ്ട് ഇതൊന്നും മനസ്സിലാക്കാതെ, അങ്ങയുടെ മഹത്വമൊന്നും മനസ്സിലാക്കാതെ, ഹേ കൃഷ്ണ, ഹേ യാദവ, ഹേ സഖാവേ എന്നെല്ലാം ഞാൻ അങ്ങയെ വിളിച്ചു പോയിട്ടുണ്ട്. കാരണം ഇതുവരെ കൂട്ടുകാരനായിട്ടാണ് കണ്ടത്. കാലത്തെ, ഇവിടെ കാലമാണെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഈ കാലത്തെ ക്ഷമിക്കുക. ഞാൻ വല്ലപ്പോഴും കളിക്കോ ഉറങ്ങുമ്പോഴോ വല്ലപ്പോഴും അങ്ങയെ അപമാനിച്ചെങ്കിൽ ക്ഷമിക്കുക. ഇതെല്ലാം ഒരു കഥേൻ്റെ ഭാഗമായിട്ട് പറയുന്നതായിട്ട് അവസാനിപ്പിക്കണമല്ലോ, അതിനുവേണ്ടി പറയുന്നതായിട്ട് കണ്ടമായിരുന്നു. എന്നിട്ട് കൃഷ്ണനെ സ്തുതിക്കുന്നതാണ്. എന്താണ് സ്തുതിക്കുന്നതെന്ന് വെച്ചാൽ, ഈ ജഗത്തിൻ്റെ എല്ലാം പിതാവ് അങ്ങാണ്, അങ്ങയെ വെല്ലാൻ ഈ ലോകത്തിൽ ആരുമില്ല. അതുകൊണ്ട് ലോകനാഥനായ അങ്ങ് എന്നിൽ പ്രസാദിക്കുക. പിതാവ് പുത്രനോടും സുഹൃത്തിനോടും ഭർത്താവ് ഭാര്യയോട് ക്ഷമിക്കുന്നത് പോലെ, എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുന്നത് പോലെ എൻ്റെ അപരാധവും അങ്ങ് ക്ഷമിക്കുക. ഇത് 36 മുതൽ 44 വരെയുള്ളതിൽ പറയുന്നു. ഇനി 45 എന്ത് പറയുന്നു എന്ന് വെച്ചാൽ, കാണാൻ കഴിയാത്തത് കണ്ടതിലുള്ള സന്തോഷത്തോടെ, കാണാൻ കഴിയാത്ത സംഗതികളെല്ലാം ദിവ്യ ദൃഷ്ടിയോടുകൂടി ആര് കണ്ടത്? അർജുനൻ കണ്ടത്. കണ്ട് സന്തോഷത്തോടു കൂടി തന്നെ എന്തും കൂടി ഉണ്ട്, ഇപ്പോൾ ഭയവും തോന്നി, എനിക്ക് ഭയവും തോന്നുകയാണ്. ഇതെല്ലാം കണ്ട സന്തോഷമുണ്ട്, പക്ഷെ ഞാൻ ഭയന്നു പോയിരിക്കുകയാണ് ഇതെല്ലാം കണ്ടിട്ട്. അങ്ങയുടെ പഴയ കൃഷ്ണരൂപം എനിക്ക് കാണണമെന്ന് അവിടെ ഈ രൂപമൊന്നും എനിക്ക് വേണ്ട, മതിയായി ഇത് കണ്ടിട്ട്. പഴയ രൂപം എനിക്ക് ദൃശ്യമാക്കുക. തലയിൽ കിരീടം വെച്ചിട്ടുള്ള വേദവ്യാസൻ അവതരിപ്പിച്ച ഒരു കഥാപാത്രമുണ്ടല്ലോ, കൃഷ്ണനെ ഓടക്കടലെല്ലാം വെച്ചുകൊണ്ടുള്ള, കയ്യിൽ ശംഖും ചക്രവും എല്ലാം വെച്ചിട്ടുള്ള ആ പഴയ രൂപം അങ്ങ് പ്രാപിക്കണം എന്ന് പറയുകയാണ്. ഇപ്പം 47 കൃഷ്ണൻ പറയുന്നു, നിനക്ക് ഞാൻ കാട്ടിത്തന്ന ഈ രൂപം മറ്റാരും കണ്ടിട്ടില്ല. അതായത് യഥാർത്ഥത്തിൽ ഈ രൂപം ആർക്കും കാണാൻ പറ്റില്ല, അത്രയും വലുതാണ്. കൃഷ്ണൻ പറയുന്നത് മറ്റാരും കണ്ടിട്ടില്ല, നീയാണ് ആദ്യമായിട്ട് കണ്ടത്. എൻ്റെ ഈ രൂപം വേദം പഠിച്ചുകൊണ്ടൊന്നും കാണാൻ പറ്റില്ല, വേദപഠനത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റില്ല, ഉഗ്ര തപസ് നടത്തിയാലും പറ്റില്ല, എന്ത് യോഗനിഷ്ഠ ഉണ്ടായാലും ഈ രൂപം നിനക്ക് കാണാൻ പറ്റില്ല, കാണാനാവില്ല. കാരണം യഥാർത്ഥത്തിൽ നമ്മൾ നമ്മളൊക്കെ ശ്രമിച്ചാൽ എന്തേ പറ്റൂ? ബ്രഹ്മസാക്ഷാത്കാരമേ പറ്റൂ. ബ്രഹ്മസാക്ഷാത്കാരത്തിൽ ഒന്നും ബ്രഹ്മം കണക്കെ രൂപവും ഭാവവും ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് നമ്മൾ മാറുക. ഇവിടെ കാണിച്ചു കൊടുത്തത് ബ്രഹ്മത്തിൻ്റെ അവസ്ഥയൊന്നുമല്ല, ഈ ബ്രഹ്മം പ്രപഞ്ചമായി മാറിയ പ്രപഞ്ചത്തിൻ്റെ ഒരവസ്ഥയാണ് ഒരു രൂപത്തിൽ വിവരിച്ചു കൊടുത്തത്. അതുകൊണ്ട് നീ ആ രൂപത്തിൽ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. എന്നെ പഴയ രൂപത്തിൽ തന്നെ നീ ദർശിക്കുക. എന്നിട്ട് 50 ഇത് 47 മുതൽ 49 വരെയാണ്. 50 സഞ്ജയൻ പറയുന്നു, അനന്തരം കൃഷ്ണൻ തൻ്റെ പഴയ രൂപം കാട്ടിക്കൊടുത്തു. അത് കണ്ട് പാർത്ഥനെന്തായി? ആശ്വാസമായി. അപ്പോഴാണ് അർജുനനൊരാശ്വാസം ഉണ്ടായത്.
അപ്പോൾ 51 അർജുനൻ പറയാണ്, അങ്ങയുടെ പഴയ രൂപം കണ്ടപ്പോൾ ഞാനും പഴയ മനസമാധാനത്തോടെ പൂർവ്വസ്ഥിതിയെ പ്രാപിച്ചു. ഇതുവരെ ഞാൻ ഏതൊരു ദിവ്യ ലോകത്തായിരുന്നു. ഇപ്പം എനിക്കും ആ പഴയ അവസ്ഥയിലേക്ക് എത്തി. ഇതുവരെ ഇതെല്ലാം കണ്ട് അന്തപ്പെട്ടിരിക്കുകയായിരുന്നു. നമ്മൾ ഈ ടി വിയിലെല്ലാം ചിലതെല്ലാം കാണുമ്പോൾ അന്തം വിട്ട് നിൽക്കുമല്ലോ. ടി വിയിലോട്ട് അവതരിപ്പിക്കുന്നതിൻ്റെ കഴിവാണ്. അല്ലെങ്കിൽ ദൂരദർശിനിയിലൂടെയെല്ലാം പ്രപഞ്ചത്തിലെ സംഭവവികാസങ്ങൾ വലുതായിട്ട് നമ്മൾ കാണുമ്പോൾ അന്തം വിട്ട് നിൽക്കുമല്ലോ. ആ ഒരവസ്ഥയിലാണ് നമ്മളിതെല്ലാം ചിന്തിക്കുമ്പോൾ ഉള്ളത്. ഇപ്പോൾ സാധാരണ അവസ്ഥയിലേക്ക്, നോർമലിലേക്ക് വന്നു. ഇനി 52 കൃഷ്ണൻ പറയുകയാണ്, ദേവന്മാർ കൊതിക്കുന്ന ആ രൂപവും നീ ദർശിക്കും. ദേവന്മാർക്കെല്ലാം ആഗ്രഹമുണ്ട് ഈ പ്രപഞ്ചം ഒന്ന് എന്താണ് ഈ പ്രപഞ്ചത്തിൻ്റെ ശരിയായ രൂപം. നമുക്കും ഉണ്ടല്ലോ. ഈ പ്രപഞ്ചം മുഴുവൻ എങ്ങനെയാണ് ഉള്ളത്? ഇപ്പം സൗരയൂഥ സിസ്റ്റം ഒരു പടത്തിൽ കാണുന്നുണ്ടല്ലോ ചുരുക്കില്ല. അതുവരെ ഈ പ്രപഞ്ചം മുഴുവൻ ഒന്നിച്ച് കാണുന്നുള്ള ആഗ്രഹം ഈ ലോകത്തിലെ എല്ലാ വസ്തുക്കളും, അതാണ് എല്ലാ വസ്തുക്കളും ദേവതകൾ തന്നെയാണ്. ദേവന്മാരെല്ലാം കൊതിക്കുന്ന ആ രൂപം നീ ദർശിച്ചു. ഇത് വേദത്തിലൂടെയോ തപസ്സിലൂടെയോ ധ്യാനത്തിലൂടെയോ ഒരിക്കലും കാണാൻ സാധ്യമല്ല. ഇത് കവിഭാവനയിലൂടെ ഈ പ്രപഞ്ചത്തിൻ്റെ രൂപമൊന്ന് വിവരിച്ചു തന്നതാണ്. ഇങ്ങനെയാണ്. അത് ഞാൻ ആദ്യം ഒരു ചെറിയ ഒറ്റ വാക്കിൽ ഉദാഹരണം പറയുകയാണ്. ആ ഭൂതം കുട്ടികൾ ആവശ്യപ്പെട്ടപ്പോൾ എന്തായി മാറി? ചാത്തുണ്ണി മാസ്റ്റർ രൂപത്തിൽ വന്നു. കുട്ടികൾ അർജുനനിപ്പോൾ ആ ഭൂതം, ആ ബ്രഹ്മം പ്രപഞ്ചമായി മാറി വന്ന ആ രൂപം ഒന്ന് കാണാൻ ആഗ്രഹിച്ചു. അതിനെ ഒരു ചുരുക്കിയിട്ട് പറഞ്ഞതായിട്ട് കണ്ടാൽ മതി. വളരെ സിമ്പിളാണ്. ഇതിൽ വേറെ തലവുകഞ്ഞാകലേക്കേണ്ട കാര്യമൊന്നും ഇല്ല. എന്നിട്ട് എന്ത് പറയുന്നു അവസാനം? യാതൊരുവൻ ഞാൻ ഉപദേശിച്ച തരത്തിൽ കർമ്മങ്ങൾ ചെയ്ത് എന്നെ ഭക്തിയോടുകൂടി സംഘം വിട്ട് എന്ന സത്സംഗമൊന്നും നടന്നിട്ടല്ല ബ്രഹ്മസാക്ഷാത്കാരം നേടുന്നത്. ആളുമായിട്ട് കൂട്ടം കൂടിയിട്ടൊന്നും ബ്രഹ്മസാക്ഷാത്കാരം നേടാൻ പറ്റില്ല. ബ്രഹ്മത്തിൽ ആത്മീയതയിലേക്ക് പോകുന്നവരെ കൂട്ടം കൂടിയിട്ട് പ്രഭാഷണം കേട്ടോണ്ടൊന്നും ബ്രഹ്മസാക്ഷാത്കാരം കിട്ടില്ല. സംഘം വിടണം. കുടുംബമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും എല്ലാവരിൽ നിന്നും വിട്ടിട്ട് സ്വന്തം നിലയിൽ പോയിട്ട് ബ്രഹ്മമേ ശരണമെന്ന് വെച്ച് ഈ ലോകത്തോട് വിരക്തി വന്നിട്ട് പോകാൻ മാത്രമേ അവരെന്ത് സ്ഥാപിക്കൂ. അങ്ങനെ പോകുന്നവർ എന്നെ പ്രാപിക്കുന്നു, ബ്രഹ്മസാക്ഷാത്കാരം നേടുന്നു. അല്ലാതെ കൃഷ്ണൻ്റെ അർജുനൻ കണ്ട ഈ രൂപം കാണാമെന്ന് വെച്ച് തപസ്സോ വേദങ്ങൾ പഠിച്ചിട്ട് ഒന്നും ചെയ്താൽ ഈ രൂപമൊന്നും കാണാൻ പോകുന്നില്ല. ചിലവർ വിചാരിക്കും ഈ അർജുനന് ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ രൂപം ഇങ്ങനെ കൃഷ്ണൻ വന്ന് കാണിച്ചു തരുന്നു. ഇത് കാലം ഒരു കഥരൂപത്തിൽ പറഞ്ഞു വെച്ചതാണ്. ഇതൊന്നും ആരും തപസ് ചെയ്തിട്ടൊന്നും കിട്ടാനൊന്നും നോക്കണ്ട. വേദവ്യാസനും കിട്ടിയല്ല. വേദവ്യാസൻ കവിഭാവനയിൽ പറഞ്ഞു തന്നതാണ്. നമുക്ക് ലഭിക്കാൻ പറ്റുന്നത് എന്തേ ഉള്ളൂ? എല്ലാം ആ ശക്തിയാണ് ജയിക്കുന്നത്. നമ്മൾ വെറും അതിൻ്റെ അകത്ത് ഒരു നിമിത്തം മാത്രമാണ്. അപ്പോൾ നമുക്ക് വിരക്തി, അതെല്ലാം മനസ്സിലാക്കി നമുക്ക് പിന്നെ ഇതിലെല്ലാം താല്പര്യം നശിക്കുമ്പോൾ ഇതെല്ലാം മിഥ്യയാണ് എന്ന് തോന്നൽ വന്ന് വിരക്തി വന്ന്, അത് ആ കാലം വിചാരിച്ചാലേ പറ്റുള്ളൂ. വിരക്തി വന്നിട്ട് നമ്മളെല്ലാം ഉപേക്ഷിച്ചിട്ട് സംഘമെല്ലാം ഉപേക്ഷിച്ചിട്ട് എവിടെയും, അതാണ് ആത്മീയതയിലേക്കുള്ള പോക്ക്, സന്യാസത്തിലേക്കുള്ള പോക്ക്. എവിടെയെങ്കിലും പോയി കിടന്നങ്ങ് മരിക്കും. നമ്മുടെ ആത്മാവ് ബ്രഹ്മത്തിലേക്കും. പിന്നെ നമുക്ക് പുനർജന്മമില്ല. നമ്മളെ ജോലിയെല്ലാം തീർന്നു. ഇതാണ്